എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾക്ക് ഭൂമിയിൽ ജീവിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ ഡിസ്ചാർജ് ആയിപ്പോവും, ചാർജ് നഷ്ടപ്പെട്ടവരായിപ്പോവും. പല പല വിഷയങ്ങൾ കൊണ്ട് ചാർജ് നഷ്ടപ്പെട്ടു പോകും. അല്ലെങ്കിൽ നമുക്ക് ഉപരി ചാർജ് വേണ്ട സമയം വരും, ശക്തി കൂടുതലായിട്ട് വേണ്ട സമയം വരും. പലപ്പോഴും സംഭവിക്കുന്നത് ശക്തി കൂടുതലായിട്ട് വേണ്ട സമയത്താണ് ഉള്ള ശക്തി കൂടി പോണത്. ഇതാണ് ഇതിൻ്റെ ഒരു ഡൈക്കോട്ടമി. ഞാൻ പറയുന്നത് എൻ്റെ സഹോദരങ്ങൾ വളരെ ശ്രദ്ധയോടെ കേൾക്കണം. അതായത് നമുക്ക് ഈ ഭൂമിയിൽ ഇപ്പം നിങ്ങൾക്ക് 3 കുഞ്ഞുങ്ങളുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവ് മദ്യപാനിയോ സംശയക്കാരനുമാണ്, അല്ലെങ്കിൽ നിൻ്റെ ജീവിത പങ്കാളി എടുത്തുചാട്ടക്കാരിയോ ഈ കുടുംബത്തോട് താല്പര്യം കിട്ടിവന്ന കാലം മുതൽ ഇല്ലാത്ത ആളാകാം. കാര്യം അവർ പ്രതീക്ഷിച്ചൊരു കുടുംബ സാഹചര്യമായിരിക്കത്തില്ല ഇത്. അപ്പോഴിങ്ങനെ പല വിഷയങ്ങൾ കൊണ്ട് നിങ്ങൾ ഡെസ്പാകും. പല വിഷയങ്ങൾ കൊണ്ട് ചിലപ്പോൾ മറ്റുള്ളവരുടെ ആക്ഷേപം, ജോലിയില്ലാത്തത് കാരണം ഉണ്ടാകുന്ന നമ്മൾ തന്നെ നമ്മളെ ആക്ഷേപിക്കും. തെരാപ്പാര ഇങ്ങനെ ഗതികിട്ടാ പ്രേതം പോലെ നടക്കണമല്ല, ഗതിയമേ ഒരു ഗതിയും പരഗതിയും ഇല്ലല്ലോ, എനിക്ക് ഇത് എന്ത് ജന്മം എന്നൊക്കെ തന്നെത്താൻ ചിന്തിച്ച് ഡിസ്ചാർജ് ആകുന്ന ആൾക്കാരുണ്ട്. വിഷമിച്ച് വരുന്ന ചിലപ്പോൾ അവരുടെ ജീവിതം തന്നെ ചില ആൾക്കാരിങ്ങനെ ഏങ്ങിക്കൊണ്ട് പറയും, എൻ്റെ അച്ഛാ ജനിച്ച കാലം മുതൽ ഇത് തന്നെയാണ് എൻ്റെ അവസ്ഥ. എൻ്റെ കുടുംബത്തിൻ്റെ സ്ഥിതി വിശേഷം അതാ. ഇനി കല്യാണം കഴിച്ച് വന്നപ്പോഴെങ്കിലും ഒരു ആശ്വാസം കിട്ടുമെന്ന് ചോദിച്ചപ്പോൾ അത് ഇങ്ങനെയുമായി. ഇത് എന്നെയും കൊണ്ടേ പോകത്തുള്ളൂ, ഇതിങ്ങനെ മരിച്ചു പിരിഞ്ഞ് ഞാൻ പിന്നെ ഇത് വഴിന്താണ് വിധി പോലെ അനുഭവം എന്നും പറഞ്ഞ് പോവുകയാണെന്ന് പറയും. ഇങ്ങനെ നിരാശരായിട്ട് ജീവിക്കുന്ന ആൾക്കാരും ഉണ്ട്, പലതരത്തിൽ വിഷമം. അപ്പോൾ ഇവിടെ എല്ലാം സംഭവിക്കണത് ഇവരുടെ ചാർജ് പോകുന്നുണ്ട്. എപ്പോഴും ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ കാരണം അല്ലെങ്കിൽ രോഗങ്ങൾ കാരണം പെട്ടെന്ന് ഡൗണായി പോകും. ചാർജ് തീരുമ്പോൾ നമുക്കറിയാമല്ലോ, നമ്മളെ ബോഡി വരെ നിൽക്കണ ഒരു ചാർജിലാണ് നിൽക്കണത്. ചാർജ് ചിലപ്പോൾ ഇറങ്ങിപ്പോകുമ്പോൾ ഇപ്പോൾ ബാറ്ററി അത് എന്താണ് സ്വിച്ച് ഇട്ടിട്ട് ഇൻവേർട്ടറിൻ്റെ ഫാൻ എന്താണ് കറങ്ങാത്തത്, സ്വിച്ച് ഇട്ടിട്ട് എന്താ ലൈറ്റ് കാണാത്തത് എന്ന് ചോദിക്കുമ്പോൾ ഇൻവേർട്ടറുള്ള വീട്ടിലാണെങ്കിൽ പറയും അതിൻ്റെ ചാർജ്, ബാറ്ററിയുടെ ചാർജ് ഇറങ്ങിപ്പോയെന്നാണ് തോന്നണതെന്ന് പറയും. തോന്നാനല്ല, ശരിയാണ്, ചാർജ് ഇറങ്ങിപ്പോകും. ചാർജിനൊരു കുഴപ്പമുണ്ട്, ചാർജ് കൂടിയും വരും, ചാർജ് ഇറങ്ങിയും പോകും. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള ഒരു പ്രശ്നത്തിൽ നമ്മൾ ഇപ്പം ഇത് നിസ്സാര കാര്യമല്ല. ചാർജ് ഇറങ്ങണ സമയത്ത് നമ്മൾ ചിലപ്പോൾ വീണും പോകും. ഈശോ തന്നെ വീണ് പോയില്ലേ? ചാർജ് ഇറങ്ങിയപ്പോൾ ഈശോ വീണ് പോയി. അതാണ് ഗെത്സേമനി നമ്മൾ കാണുന്നത്. ചാർജ് ഇറങ്ങിപ്പോയപ്പോൾ പല ജീവിത പ്രശ്നങ്ങൾ കൊണ്ടാണ് ഈശോയുടേതായിട്ടുള്ള ജീവിത പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നല്ലോ, നമുക്ക് മാത്രമല്ലല്ലോ. അപ്പോൾ യൂദാസ് ഇറങ്ങി അവൻ്റെ ജോലി നിർവഹിക്കാൻ വേണ്ടി തയ്യാറായപ്പോൾ ശരിക്കും ഈശോയ്ക്ക് മാനുഷികമായ രീതിയിൽ അവൻ സമ്പൂർണ്ണമായ മനുഷ്യൻ കൂടി ആയത് കാരണം ആ മാനുഷിക ബലഹീനതയിൽ അവൻ കമഴ്ന്ന് വീണെന്ന് എഴുതിയിരിക്കണം ബൈബിളിൽ, അല്ലേ? കമഴ്ന്ന് വീണു. ഗെത്സേമനിൽ അവൻ്റെ രോമകൂപങ്ങളിൽ നിന്ന് ചോര ഛർദിച്ചു, അല്ലേ? ചോര വിയർത്തു എന്ന് നമ്മൾ പറയും. അപ്പോൾ അങ്ങനെ തല കറങ്ങി അവൻ വീണ് പോയി. ചാർജ് പോയി. ഇതുപോലെ ജീവിതത്തിൽ എന്തിനാണ് ഞാൻ സമയത്ത് ഓർക്കുകയെ, എന്തിനാണ് ദൈവം ഇത്രയും മാനുഷികമായ ഒരവസ്ഥയിൽ വന്നു? ശരിക്കും പറഞ്ഞാൽ ഈശോയ്ക്ക് ശേഷമാണ് ഈ ചാർജ് തീർന്നു പോയി വീണ ആൾക്കാർക്കെല്ലാം ഒരു ബലമായത്. കാര്യം എന്താ? നമ്മളിതിനെ അതിജീവിക്കാൻ വേണ്ടി കർത്താവ് തന്നെ മനുഷ്യപ്രകൃതി സ്വീകരിച്ചു. നമ്മളിപ്പോൾ നിങ്ങൾ അതായത് വൈ ജീസസ് ടു ബി ലവ്ഡ് മോർ
എന്തിനാണ് ഈശോ ഇങ്ങനെ ഉപരിയായി സ്നേഹിക്കപ്പെടുകയും ഇതുപോലെ തങ്കസിംഹാസനത്തിൽ അല്ലെങ്കിൽ ആരാധിക്കപ്പെടുകയും അവൻ ആരാധനയ്ക്ക് യോഗ്യനാണ്. ഇൻ വാട്ട് റെസ്പെക്റ്റ്, എന്ത് വകുപ്പിലാണ് അവൻ ആരാധനയ്ക്ക് യോഗ്യനെന്ന് പറഞ്ഞാൽ അവനിലൂടെയാണ് നമ്മൾ ദൈവത്തിൻ്റെ സ്നേഹം തിരിച്ചറിഞ്ഞത്. അതാണ് ദൈവത്തിൻ്റെ സ്നേഹം തിരിച്ചറിയാൻ വേണ്ടി മനുഷ്യരാശി തിരിച്ചറിയാൻ വേണ്ടി ഈശോ ഏതറ്റം വരെയും നാണം കെടാനും അപമാനിക്കപ്പെടാനും വെറുമയാകാനും സബ്മിഷനുള്ള ആളായി. അതാണ് നോയിങ് ജീസസ്, കർത്താവിനെ അറിയുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ഇങ്ങനെ ഈ യേശുവിൽ നിന്ന് എന്ത് നമുക്ക് തടയും? മക്കളെ കെട്ടിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ കൊച്ചിന് നല്ല മാർക്ക് മേടിക്കാൻ പറ്റുമോ എന്നുള്ള ഇങ്ങനെ അത് ലൗകികമായ കാര്യങ്ങൾക്ക് വേണ്ടി യേശു ഏറ്റവും കൂടുതൽ ദുർവിനിയോഗിക്കപ്പെടുന്ന ഒരു കാലമാണിത്. കാര്യം വിശ്വാസ അപാചയത്തിൻ്റെ കാലമാണ്. കാര്യം ഏതെങ്കിലും വിധത്തിൽ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒത്തിരിയേറെ പ്രാർത്ഥനകളും ധ്യാനങ്ങളും ജനങ്ങൾ കൂടുന്നുണ്ടെങ്കിലും ആ കൂടുന്ന കണ്ടൻറ്റ് വൈസ് നോക്കിക്കഴിഞ്ഞാൽ അവരെല്ലാം ചെയ്യുന്നത് ജീവിതത്തിൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടി. അച്ഛൻ എന്താ പറയണത്? ഞാനും നമ്മുടെ ഉടമ്പടി പ്രാർത്ഥനകളിലൊക്കെ 10,000 മനുഷ്യർ സാക്ഷ്യം പറയണത് ജീവിതാവശ്യങ്ങൾക്ക് വേണ്ടി അവർക്ക് ലഭിച്ച അനുഗ്രഹമാണ്. പക്ഷേ അതെന്ത് ലഭിച്ചാലും കുറച്ച് കാലം കഴിയുമ്പോൾ നമ്മളത് വിട്ട് പിരിഞ്ഞു പോകും. വിട്ട് പിരിയാത്തൊരു കണ്ടൻറ്റ് ഈശോയിലുണ്ട്. അത് അന്വേഷിക്കാൻ മനുഷ്യന് സാഹചര്യം ഒരുക്കുന്നതിന് വേണ്ടിയാണ് ഈ ഭൗതിക സാഹചര്യങ്ങളുടെ അനുഭവം ഉണ്ടായിട്ട് വേണമല്ലോ പിന്നെ അടുത്ത കാര്യങ്ങൾ അന്വേഷിക്കാൻ. പക്ഷേ നമ്മൾ അവിടെ തന്നെ നിൽക്കരുതെന്നാണ് എൻ്റെ അഭിപ്രായം. കാര്യം യേശുവിലൂടെ ദൈവം വിഭാവന ചെയ്തിരിക്കുന്നത് നിത്യത വരെയുള്ള മനുഷ്യരാശിയുടെ രക്ഷാകരമായ പദ്ധതിയാണ്. അത് എന്തുമാത്രം ആഴത്തിൽ നമ്മൾ അറിയുന്നു അതിനനുസരിച്ചായിരിക്കും നമുക്ക് ദൈവാനുഭവവും സ്വർഗീയാനുഭവവും ഉണ്ടാകുന്നത്. ഒന്ന് പ്രാർത്ഥിക്കുക സഹോദരങ്ങളെ. കർത്താവേ, നീ ആയിരിക്കുന്ന അവസ്ഥയിലെ നിന്നെ പിതാവായ ദൈവം മനുഷ്യന്റെ രൂപത്തിലും ആകൃതിയിലും ഞങ്ങൾക്ക് നൽകിക്കൊണ്ട് ഈ ഭൂമിയിൽ നീ ഏറ്റെടുത്തിട്ടുള്ള മാനുഷിക പ്രാരാബ്ധങ്ങളെ, നീ സഹിച്ച രീതികളെ, നീ അഭിമുഖീകരിച്ച രീതികളെ, അതിലൂടെ ഞങ്ങൾക്ക് ദൈവപിതാവിന്റെ സ്നേഹം വെളിപ്പെട്ടത്, അതിലൂടെ ഞങ്ങൾക്ക് ജീവിത അവസ്ഥകളിലെ എങ്ങനെ ചെയ്യണമെന്നുള്ള സുവിശേഷ സമീപനം കിട്ടിയത്. കർത്താവേ, നിന്നെ അറിയുവാൻ, ക്ലേശങ്ങളെ എന്നെ സഹായിക്കാൻ ആവശ്യമായ അറിവിന്റെ വിവേചനത്തിന്റെ ആത്മാവിനാൽ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, നമ്മൾ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം നമ്മൾ ധ്യാനിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു വിഷയം, ഇപ്പോൾ ഉദാഹരണത്തിന് ഗ്രീക്കുകാർ യേശുവിനെ അന്വേഷിച്ച് വരുന്ന ഒരു പ്രത്യേക ഭാഗം സുവിശേഷത്തിലുണ്ട്. ഗ്രീക്കുകാർ യേശുവിനെ അന്വേഷിച്ച് വരുന്ന ഭാഗം. അപ്പോഴേ ഗ്രീക്കുകാർ വരും, കർത്താവിനോട് സംസാരിക്കും, അതിനുശേഷം അവർ പോകും. പക്ഷെ അവർ പോയി കഴിഞ്ഞ് കർത്താവ് അസ്വസ്ഥനാകും. ഗ്രീക്കുകാർ പോയി കഴിയുമ്പോൾ കർത്താവ് അസ്വസ്ഥനാകും. അതാണ് ഞാൻ പറഞ്ഞ ഡിസ്ചാർജ് ചെയ്യണമെന്ന് പറഞ്ഞില്ലേ, ശക്തി പോകും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഗ്രീക്കുകാർ പോയി കഴിയുമ്പോൾ, ഗ്രീക്കുകാരെന്ന് പറഞ്ഞാൽ ആരാണെന്ന് അറിയാമല്ലോ,
യഹൂദന്മാരല്ലാത്ത അക്കാലങ്ങളിലുള്ള ഒരു വിജ്ഞാന സമ്പന്നമായ സാംസ്കാരികമായ ഒരു സമൂഹത്തിൻ്റെ പ്രതിനിധികളാണവരെ. അവരും യേശുവിനെ അന്വേഷിച്ച് വരിക. പക്ഷെ അവർ പോയി കഴിയുമ്പോൾ പരിശുദ്ധാത്മാവിലെ ഈശോ അവരുടെ വരവും പോക്കുമൊക്കെ വിവേചിച്ച് കഴിയുമ്പോൾ മറ്റു ജനപദങ്ങൾ കർത്താവിനെ അന്വേഷിച്ച് വരികയല്ലേ. അപ്പോൾ ഈശോയുടെ മനസ്സിലെ പരിശുദ്ധാത്മ നൽകിയത് സീ ജീസസ് നോട്ട് ഓൺലി ഫോർ ജൂസ് ബട്ട് ഫോർ ദ ഹോൾ വേൾഡ്. അതായത് നീ വന്നിരിക്കുന്നത് ലോകത്തിലുള്ള എല്ലാ മനുഷ്യരുടെയും രക്ഷയ്ക്ക് വേണ്ടിയാണ്. എന്ന് വെച്ചാൽ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരുടെയും പാപങ്ങൾക്ക് പരിഹാരം ചെയ്യാനാണ്. പാപപരിഹാരത്തിൻ്റെ രീതി ശാസ്ത്രങ്ങളിൽ ഈശോ ഒരു ഗോതമ്പ് മണിയായി നിലത്ത് വീഴുന്നുണ്ട്, അഴിഞ്ഞു മാറുന്നുണ്ട്. അപ്പോൾ കുരിശിൽ സംഭവിക്കാൻ പോകുന്ന പരിഹാര പ്രക്രിയയെക്കുറിച്ചുള്ള ബോധം കിട്ടിയതോടുകൂടി ഈശോ തളർന്നു പോയി. കുരിശ് എപ്പോഴും മനുഷ്യനെ തളർത്തും. അതുകൊണ്ടാണ് 12:27 യോഹന്നാൻ്റെ സുവിശേഷം 12:27 ഈശോ പറയും, എൻ്റെ ആത്മാവ് അസ്വസ്ഥമായിരിക്കുന്നു, ഞാൻ എന്ത് പറയണ്ടു. അപ്പോൾ നമുക്ക് ചില സമയത്ത് വാക്ക് കിട്ടത്തില്ലല്ലോ, ഇല്ലേ? എന്ത് പറ്റി എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ ഇപ്പോൾ ചില ആൾക്കാർ തലപ്പോച്ചിൽ വന്ന് വീഴുമ്പോൾ ആൾക്കാരോട് എന്നാ പറ്റി എന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനെ കാണിക്കുവർ, മിണ്ടാൻ പറ്റണില്ല അവർക്ക്. അങ്ങനെ പെട്ടെന്ന് ഈശോയ്ക്ക് നമ്മളെ ഈശോയുടെ മാനസിക പീഡനങ്ങളെയൊക്കെ ധ്യാനിക്കണം കേട്ടോ. അപ്പോഴേ പരിശുദ്ധാത്മാവിൽ നമുക്ക് സ്നേഹം, കർത്താവിനോട് അഭിഷേകം ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ എന്നാ പറ്റി എന്ന് അപ്പോസ്തലന്മാർ ചോദിക്കുന്ന ഒരു അവസ്ഥയാണ്. അതായത് ഞാൻ എന്ത് പറയണ്ടോ അതാണ് പറയുന്നത്. എൻ്റെ ആത്മാവ് മരണകരമായ പീഡ അനുഭവിക്കുന്നു, ഞാൻ എന്ത് പറയണ്ടോ. അപ്പോൾ പ്രാർത്ഥിക്കാൻ എനിക്കൊരു വാക്കുതാ അപ്പാ എന്നാണ് നിലവിളിച്ച് പറയണത്. ഞാൻ എന്ത് പറയണ്ടു. ഇപ്പം നമുക്കും വിഷമം വരുമ്പോൾ പ്രാർത്ഥിക്കാൻ വാക്ക് കിട്ടത്തില്ലല്ലോ. അപ്പം നമ്മൾ മാത്രമല്ല, വിഷമം വരുമ്പോഴും രോഗം വരുമ്പോഴും പ്രാർത്ഥിക്കാൻ വാക്ക് കിട്ടാത്തത് ഈ മാനുഷിക അവസ്ഥയാണത്. മാനുഷിക അവസ്ഥയില്ലേ, അതിൻ്റെ ഒരു അവസ്ഥയാണ്. അതായത് ഡിസ്ചാർജ് ആകുമ്പോൾ ശക്തി പോയി കഴിയുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാൻ പോലും വാക്ക് കിട്ടത്തില്ല. പക്ഷേ ഈശോനെ പരിശുദ്ധാത്മാവ് സഹായിച്ചു. അതാണ് ഈശോ പറയവേ, പരിശുദ്ധാത്മാവ് സഹായകനെന്ന് പറയണത് അതാണ്. അപ്പോൾ ഈശോയോട് പറഞ്ഞു, അപ്പായുടെ നാമത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അയ്യോ എന്നാ രസമാണ് അത് കേൾക്കാൻ. അതായത് എന്താ പറയണത്, അതായത് അപ്പാ എന്ന് വിളിക്കൂ, അപ്പാ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. അത് വായിക്കുമ്പോൾ നമുക്ക് കണ്ണു നിറയും. അത് അത്രയ്ക്ക് ഹൃദ്യമായിട്ടാണ് പറയണത്, വാക്ക് കിട്ടണില്ലേ. ഈശോ ഈ ലോകത്ത് നമ്മുടെ കൂടെ കഴിഞ്ഞ കാലങ്ങളിൽ അനുഭവിച്ച മാനസിക സംഘർഷങ്ങളില്ലേ, അതൊക്കെ ആരാധനയുടെ വിഷയമാണ്. ഒന്ന് പ്രാർത്ഥിച്ച മക്കളെ, കർത്താവേ അങ്ങ് ഞങ്ങളുടെ കൂടെ കഴിഞ്ഞ കാലങ്ങളിലെ ഞങ്ങളുടെ സ്നേഹത്തെ പ്രതി നീ അനുഭവിച്ചു കൂട്ടിയ മാനസിക സംഘർഷങ്ങളെ ഞങ്ങൾ ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ശ്രദ്ധിക്കട്ടെ. യേശുവേ നന്ദി, ഹല്ലേലൂയ 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 യേശുവേ നന്ദി, ഹല്ലേലൂയ 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 യേശുവേ സ്തുതി, ഹല്ലേലൂയ യേശുവേ സ്തുതി സ്തുതി സ്തുതി, ഹല്ലേലൂയ. ആരാധന 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 ആരാധന.
പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. യോഹന്നാൻ 12:28 ആ വചനമുള്ളത്. അപ്പാ, അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. ഇപ്പം മനസ്സിലായില്ലേ അസ്വസ്ഥമാകുമ്പോൾ പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണെന്ന്? പണ്ട് 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 പൗലോസ് പറഞ്ഞതാണ്. എന്നാ പറഞ്ഞത്? വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്ക് അറിയത്തില്ല. അതാണ് ഈശോ പറയണത്. അപ്പാ, ഞാൻ എന്ത് പറയണ്ടു അല്ലേ? എൻ്റെ ആത്മാവ് അസ്വസ്ഥമായിരിക്കുന്നു, ഞാൻ എന്ത് പറയണ്ടു? എന്താണ് എനിക്ക് പറയേണ്ടതെന്ന് അറിയത്തില്ലെന്ന്. വേണ്ട വിധം ആ സമയത്ത് വേണ്ട വിധം, അതാണ് നമ്മൾ ഈ യോഹന്നാൻ 12:1 ഞാൻ എന്നാ പറയണ്ടു എന്ന് പറയണതും വേണ്ട വിധം 8:26 റോമാലേഖനം 8:26 ഇൻ്റർ കണ്ടൻ്റാണ് ശരിക്കും. അതായത് ഞാൻ എന്ത് നോക്കി, നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മളെ സഹായിക്കുന്നു. അപ്പം ഈശോനെ സഹായിച്ചത് ആത്മാവാണ്. കണ്ടില്ലേ? ഞാൻ എന്ത് പറയേണ്ടതെന്ന് ചോദിക്കുമ്പോൾ പൗലോസ് പിന്നീട് പറഞ്ഞത് എന്താ? നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മളെ സഹായിക്കുന്നു. എന്താ കാര്യം? വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്കറിയത്തില്ല. അവാച്യമായ നെടുവീർപ്പിനാൽ നമ്മുടെ ഉള്ളിൽ നിന്നവൻ മധ്യസ്ഥം വഹിക്കുന്നു. ആ മധ്യസ്ഥത്തിലാണ് ഈശോയ്ക്ക് കിട്ടിയ വചനം എന്താണ്? അപ്പാ, അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. 12:28 വചനങ്ങൾ യോഹന്നാൻ്റെ സുവിശേഷം. അപ്പാ, അങ്ങയുടെ നാമത്തെ. മക്കളെ ഒന്ന് കേട്ടത് ശ്രദ്ധിച്ചേ മക്കളെ. അതായത് നമ്മുടെ ഹൃദയം അസ്വസ്ഥമാകുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റിയ ഒരു വിഷയമാണിത്. എന്താണ്? അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. മനസ്സിലായില്ലേ? ഇപ്പം നിനക്ക് കൊച്ചുങ്ങളില്ല. അപ്പം നീ എന്താ ചെയ്യേണ്ടത്? നിനക്ക് കല്യാണം കഴിച്ചിട്ട് 5 കൊല്ലമായി അല്ലെങ്കിൽ 10 കൊല്ലമായി, കൊച്ചുങ്ങളില്ല. അപ്പോൾ നീ എന്താ ചെയ്യേണ്ടത്? നീ അടിവയറ്റ് കൈവച്ചിട്ട് അപ്പാ, അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. അതാണ് സംഭവം. അപ്പം നിൻ്റെ കല്യാണം നടക്കണില്ല എന്ന് വിചാരിച്ചോ? അപ്പോൾ നിനക്ക് 34-36 വയസ്സായി. അപ്പം നീ എന്താ ചെയ്യേണ്ടത്? ഹോൾ ബോഡി കൈ നെഞ്ചത്ത് വെച്ചിട്ട് പറഞ്ഞ അപ്പാ, അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. അത് യു ക്യാൻ റിസൈറ്റഡ് ഫോർ റിപ്പീറ്റ് ചെയ്ത് അങ്ങോട്ട് റിസൈറ്റ് ചെയ്യണം. ഇത് എന്നുവെച്ചാൽ അപ്പോൾ അങ്ങയുടെ നാമത്തെ മഹത്വം ആദ്യം ഇപ്പം അച്ഛൻ പറഞ്ഞതുകൊണ്ട് നീ ചെയ്യും. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ പരിശുദ്ധാത്മാവ് നിന്നോട് ഓട്ടോമാറ്റിക്കലായിട്ട് പറയിപ്പിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. നമുക്കൊരു പണി ചെയ്യാം. നമുക്കിപ്പോഴുണ്ടാകുന്ന രോഗങ്ങൾ, ഇപ്പം നീ രോഗങ്ങളുള്ള വ്യക്തിയാണെങ്കിൽ ആ രോഗത്തെ തൊട്ടിട്ട് നീ പറയണം അപ്പാ, അങ്ങയുടെ നാമത്തെ അതായത് നീ അത് പറയുമ്പോൾ നിൻ്റെ ഹൃദയത്തിൽ ഈശോയോടുള്ള സ്നേഹം നിറഞ്ഞിരിക്കണം. അച്ഛൻ പറഞ്ഞ പോലെ ചെയ്ത് എൻ്റെ മക്കളെ. എവിടെയാണ് വേദന അവിടെ നീ കൈവെക്ക്. നിനക്ക് വീടില്ലെങ്കിൽ ആ വീടെ നീ തൊട് ഈശോയുടെ നാമത്തിലേ. നിനക്ക് വഴിയില്ലെങ്കിൽ ആ വഴിയിലേക്ക് നീ കൈ ചൂണ്ടിക്കൊണ്ട് പറ. എന്തെന്ന് പറയണം? അപ്പാ, അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. പറഞ്ഞുകൊണ്ടിരിക്കട്ടെ. ശ്രുതികട്ടെ ഹല്ലേലൂയ. അപ്പാ, അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. അപ്പാ, അസ്വസ്ഥമാക്കുന്ന ഹൃദയത്തെ അസ്വസ്ഥമാക്കുന്ന ആത്മാവിനെ അസ്വസ്ഥമാക്കുന്ന എല്ലാ സാഹചര്യങ്ങളിലും നിൻ്റെ കമ്പനിയുടെ പോരായ്മയാകാം, നിനക്ക് ജോലിയില്ലാത്ത അവസ്ഥയാകാം, നിൻ്റെ സർട്ടിഫിക്കറ്റുകൾ എവിടെ കാണിച്ചിട്ടും ഒരു കാര്യമില്ലാത്ത രീതിയിൽ കുന്നുകൂടി നിൻ്റെ കയ്യിരിപ്പുണ്ടാകാം. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. എൻ്റെ ദൈവപൈതല് നിൻ്റെ സർട്ടിഫിക്കറ്റ് എടുത്തുകൊണ്ട് വന്നിട്ട് അല്ലെങ്കിൽ അതിരിക്കണം ബാഗിൽ പെട്ടിലിന് കൈവച്ചുകൊണ്ട് പ്രാർത്ഥിച്ചോടിക്കട്ടെ. അപ്പാ, അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. അത്ഭുതം നീ കാണാൻ പോകുന്നു. അപ്പാ, അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. അപ്പാ, അങ്ങയുടെ നാമത്തെ അമ്മേ, പരിശുദ്ധ അമ്മേ, എല്ലാ മാലാഖമാരെ, വിശുദ്ധന്മാരെ, രക്തസാക്ഷികളെ, ലോകം മുഴുവനും ദൈവനാമത്തിന് മഹത്വത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈ അവസ്ഥകളിലെ അടിപ്പുഴ പോലെ വൈദാകാലം പോലെ ദൈവിക ശക്തി ഇറങ്ങട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ എന്ന് ഈശോ 12:28 പ്രാർത്ഥിച്ചപ്പോഴേ അതിൻ്റെ കൂടെ പരിശുദ്ധാത്മാവ് പറഞ്ഞു, ഈശോ അത് ഞാൻ തന്ന പ്രാർത്ഥനയാണ്, നല്ല പ്രാർത്ഥനയാണ്. പക്ഷേ അപ്പൻ്റെ നാമത്തെ അല്ലേ നീ മഹത്വപ്പെടുത്താൻ വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നത്? അതിൻ്റെ കൂടെ ഈ വരി കൂടി നീ ചേർക്കണം. എന്താണ്? എങ്കിലും എൻ്റെ ഇഷ്ടമല്ല
അങ്ങയുടെ ഇഷ്ടം. ഇത് രണ്ട് സമാന്തര വചനങ്ങളാണ് ശരിക്കും. കാര്യം നമ്മൾ യോഹന്നാൻ ഈ 12:28 വചനങ്ങൾ അപ്പാ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തുന്ന വചനവും നമ്മൾ ഇതേ സിറ്റുവേഷനിൽ വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷത്തിൽ എന്താ പറയണത്? അപ്പാ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. എന്നിട്ടെന്ത് പറയണം? എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ എന്ന്. നമ്മൾ മത്തായി ശ്ലീഹായുടെ സുവിശേഷത്തിൽ 26-ാം അധ്യായം അല്ലേ 39-ാമത്തെ വാക്യം. അപ്പോൾ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ, അതിൻ്റെ സമാന്തര വചനം എന്താണ്? അതിൻ്റെ കൂടെ ഈശോ പറഞ്ഞ വചനം എന്താണ്? അത് മത്തായി ശ്ലീഹയാണ് റിപ്പോർട്ട് ചെയ്യണത്. എന്താണ്? എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം. അപ്പോൾ നമുക്കത് വ്യക്തമല്ലേ? കർത്താവിൻ്റെ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റിക്കൊണ്ടാണ് ഈ ഭൂമിയിൽ മനുഷ്യൻ ദൈവനാമത്തെ മഹത്വപ്പെടുത്തേണ്ടത്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം മഹത്വം യേശുവിനെ, മഹത്വം മഹത്വം യേശുവിനെ. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല കർത്താവേ, മഹത്വം മഹത്വം യേശുവിനെ. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല കർത്താവേ, മഹത്വം മഹത്വം യേശുവിനെ. കളിമൺ പാത്രങ്ങൾ ഞങ്ങൾ, അയോഗ്യദാസരം ഞങ്ങൾ. കളിമൺ പാത്രങ്ങൾ ഞങ്ങൾ, അയോഗ്യദാസരം ഞങ്ങൾ. ബലഹീനരാകും ഞങ്ങളെ ഉയർത്തിയ യേശുവിനാണെന്നും മഹത്വം. ബലഹീനരാകും ഞങ്ങളെ ഉയർത്തിയ യേശുവിനാണെന്നും മഹത്വം. മഹത്വം മഹത്വം യേശുവിന്, മഹത്വം മഹത്വം യേശുവിന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്ത് എൻ്റെ മക്കളും ധ്യാനിച്ച്, അതായത് നമ്മൾ ജീവനുള്ള ദൈവത്തിൻ്റെ വചനങ്ങളാണ് പരിശുദ്ധാത്മാവ് നമുക്ക് വ്യാഖ്യാനിച്ച് നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വളരെ കൊതിയോടെയും ആഗ്രഹത്തോടെയാണ് കർത്താവിൻ്റെ വചനം കേൾക്കണത്. എന്താണെന്നറിയാമോ? നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടാൻ വേണ്ടിയുള്ള ദൈവ സംവിധാനമാണ് ഈ ആരാധനയും അതുപോലെയുള്ള വചനത്തിൻ്റെ വ്യാഖ്യാനവുമെല്ലാം. അപ്പോൾ നമ്മളെപ്പോഴും എന്താ കണ്ടത്? ഇത് ദൈവം നമുക്ക് ശക്തിയുടെ സൂത്രവാക്യമാണ് ശരിക്കും. ഇപ്പോൾ സൂത്രവാക്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇക്വേഷൻ അല്ലേ, അല്ലെങ്കിൽ ഫോർമുല. എന്നാ ഒരു സാധനം ഉണ്ടാക്കണമെങ്കിൽ അതിനൊരു ഫോർമുല ഉണ്ടാകണം. ഇതുപോലെ തന്നെയാണ് ദൈവത്തിൻ്റെ ശക്തി. ഒരു മനുഷ്യൻ്റെ ശക്തി ചോർന്നു പോയാൽ, അവൻ ഡിസ്ചാർജ് ആയിക്കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? അവന് തളർന്ന് വീണ് കഴിഞ്ഞാൽ അവനെ എംപവർ ചെയ്യണം അല്ലേ, ശക്തിപ്പെടുത്തണം. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? അതിന് പരിശുദ്ധാത്മാവ് ഈശോയിലൂടെ നിർവഹിച്ച സംഭവമാണ്. എന്താണ്? ഒന്ന്, പിതാവേ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണം പ്രാർത്ഥിക്കണം. രണ്ടാമത്തേത് എന്താ? അതാണ് നമ്മൾ യോഹന്നാൻ 22:12-28 കണ്ടത്. പിന്നെ എന്ത് പ്രാർത്ഥിക്കണം? അപ്പാ എൻ്റെ ഇഷ്ടം, എങ്കിലും 26-39 മത്തായി ശ്ലീഹായുടെ സുവിശേഷം, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ. അങ്ങനെ രണ്ട് കാര്യങ്ങൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. സുവിശേഷവിഹിതമായ ജീവിത പ്രശ്നങ്ങളെ അതിജീവിച്ച് അത് അഭിമുഖീകരിച്ച് ആ ദൈവശക്തി ആവഹിക്കാൻ ആഗ്രഹിക്കുന്നവർ അതിൻ്റെ ടെക്നിക്സ് പഠിക്കണം. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ എന്ത് സംഭവിക്കും? നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന് നമ്മൾ പറയണത് ആരാണെന്നറിയാമോ? യോഹന്നാൻ പറയണത് മത്തായി ശ്ലീഹായുമല്ല, ലൂക്കാ സുവിശേഷമാണ് പറയണത്. എന്നാ പറയണത്? ലൂക്കാ പറയും, അപ്പോൾ അവനെ ശക്തിപ്പെടുത്താൻ ഒരു മലാഖ. ചാർജ് ചെയ്യാൻ ആളോ വേണ്ട നോക്കിയേ. അവനെ ശക്തിപ്പെടുത്താൻ ഒരു മലാഖ വന്നു, ഒരു ദൈവദൂതൻ വന്നു. അപ്പം ഒരു പ്രാർത്ഥനയും, സത്യസന്ധമായ ഒരു പ്രാർത്ഥന പോലും അപ്പ ഉപേക്ഷിക്കത്തില്ല. അതാണ് 22:43 അപ്പോൾ അവനെ ശക്തിപ്പെടുത്താൻ ഒരു മാലാഖ വന്നു. അതൊക്കെ കണ്ട അതിൻ്റെ പ്രോസസ്സിങ് കണ്ടില്ലേ? അസ്വസ്ഥമാകുന്ന ഒരു ഹൃദയത്തിൽ ശക്തി നേടാനുള്ള സൂത്രവാക്യങ്ങളെയാണ് ഈ സുവിശേഷം നമ്മൾ യോഹന്നാൻ 12:27-28, മത്തായി
26:39, ലൂക്ക 22:43 എല്ലാം നമ്മൾ കണ്ട്. ശ്രുതികട്ടെ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. യേശുവേ നന്ദി. ആരാധന 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 ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾക്ക് രസറിയണോ? അതായത് അപ്പോസ്തലന്മാരുടെ ജീവിതത്തിൽ, ഇപ്പോൾ ഈശോൻ്റെ ജീവിതത്തിൽ ഇതുപോലെയുള്ള ചില നിങ്ങൾക്കറിയാമല്ലോ, ഈശോൻ്റെ എല്ലാ ദിവസവും തന്നെ ഇഷ്യൂസ് എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരുന്നത്. നമ്മൾക്ക് എപ്പോഴും അറിയാവുന്നത് ഈശോയെ കുറിച്ച് പറയണം മാത്രമേ അറിയത്തുള്ളൂ. പക്ഷേ ബൈബിൾ പരിശോധിക്കുന്നൊക്കെ അറിയാം, എവരിത്തിങ് ഹി വാസ് ഇൻ ട്രബിൾ. ഞാൻ ഓർക്കുക, ദൈവം എന്തോ ഒരു ജന്മം മുഴുവനും ഓരോ ദിവസവും ചിലപ്പോൾ നിയമജം വരും, പ്രശ്നം ഉണ്ടാക്കി, ചിലപ്പോൾ വല്ല വിചാരത്തിൽ പിടിച്ച സ്ത്രീകളെയും കൊണ്ടുവന്നിട്ട് ഇട്ടിട്ട് പരസ്യ വിചാരണയ്ക്ക് ഒരുങ്ങും അല്ലേ. അപ്പോൾ ചില ആൾക്കാർ നാണയം കൊണ്ടുവരും, സീസണ് കൊടുക്കണം ദൈവത്തിന്. അതുപോലെ തന്നെ ഇന്ന് ചോദിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെ ഓരോ ചോദ്യങ്ങൾ ചോദിച്ചിട്ട് അവനെ തന്ത്രത്തിൽ കൊടുക്കാൻ വേണ്ടി നോക്കുന്നതാണ് ഓരോ തരത്തിൽ. അപ്പോൾ ദാറ്റ് മീൻസ് ചുറ്റും ഇങ്ങനെ വൈരാഗ്യം, അസൂയ, പക, പരദൂഷണം ഇങ്ങനെ പെരുകിക്കൊണ്ടിരിക്കുകയാണ് അവൻ്റെ ചുറ്റുമേ. ഈശോയുടെ ജീവിതത്തിൻ്റെ ഇപ്പം നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിൽ മാത്രമേ ഇങ്ങനെ നാട്ടുകാരുടെ പരദൂഷണവും പകയും വിദ്വേഷവും ചതിയും അഹങ്കാരവും മുൻകോപവും കലഹവും വക്രതയൊക്കെ ഉണ്ട്. ഇപ്പം നോക്കിയേ, ഒരു സിനിമ സെറ്റ് അഭിനയിക്കാൻ പറ്റിയ സാധനമാണ്. അഭിനയിക്കാനേ ഉള്ളേ, അവിടെ വേറെ ഒന്നുമില്ല. അഭിനയം കഴിഞ്ഞ ആൾക്കാർ പോകും. അഭിനയത്തിൻ്റെ പള്ളിക്കോല ഉണ്ടാക്കിയിട്ട് അതിനെ ആക്രമിക്കുന്ന ഒരു കാലം ഇല്ലേ. ബെഡ്റൂമിലേക്ക്, ജീവിത പങ്കാളിയുടെ ബെഡ്റൂമിലേക്ക് മൂർഖൻ പാമ്പിനെ വില കൊടുത്ത് മേടിച്ച് പറഞ്ഞു വിടണൊക്കെ. അപ്പോൾ പലതരത്തിലുള്ള മനുഷ്യർ ഈ ലോകത്തുണ്ട്. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, ലോകത്ത് നിങ്ങൾക്ക് ഞെരുക്കങ്ങൾ ഉണ്ടാകുമെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ യോഹന്നാൻ 16, 22, 23 വായിക്കുമ്പോൾ എന്താ പറയുന്നത്? ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കങ്ങൾ ഉണ്ടാകും, എങ്കിലും ധൈര്യമായിരിക്കുവിൻ, ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു. എങ്ങനെയാണ് ഇത് കീഴടക്കണത്? ശരിക്കും കർത്താവ് പരമപിതാവിൻ്റെ തിരുമനസ്സിന് കീഴ്വഴങ്ങുമ്പോഴാണ് ലോകത്തെ കീഴടക്കണത്. മനസ്സിലായില്ലേ? ഇപ്പോൾ എൻ്റെ ഇപ്പോഴ് യോഹന്നാൻ 16:33, അതായത് ലോകത്ത് നിങ്ങൾക്ക് ഞെരുക്കങ്ങൾ ഉണ്ടാകും, എങ്കിലും ധൈര്യമായിരിക്കുവിൻ, ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നത്. എങ്ങനെയാണ് ലോകത്തെ ഈശോ കീഴടക്കിയത്? അതായത് പരമപിതാവിൻ്റെ മനസ്സിനോട് ഈശോ യോജിക്കും. പരമപിതാവിൻ്റെ മനസ്സിനോട് യോജിക്കും. ഇപ്പം നമ്മൾ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ എന്ന് പറഞ്ഞില്ലേ, കർത്താവിനോട് പറഞ്ഞില്ലേ ശിഷ്യന്മാർ. കർത്താവ് ഇങ്ങനെ ഓരോ ഇഷ്യൂസിനെ അതിജീവിക്കണ ഇവർ കണ്ടായിരുന്നു. കർത്താവ് ഇങ്ങനെ എല്ലാ ദിവസവും പ്രസംഗങ്ങളുണ്ടല്ലോ. എന്തിനാണ് അധികം? യുദാസിൻ്റെ അകത്തുണ്ടല്ലോ, പിന്നെ എപ്പോഴും അധികം പ്രസംഗം പുറത്തുനിന്ന് ഉണ്ടാകേണ്ട കാര്യമില്ല, അവനുണ്ടായിക്കൊള്ളും ഓരോ പ്രശ്നവും. പരമപിതാവും മനഃപൂർവ്വം കരുതിക്കൂട്ടി മനുഷ്യബോംബിനകത്ത് വെച്ച് കൊടുത്തതാണ്. ജീവിതകാലം മുഴുവനും കർത്താവ് മാനുഷിക അവസ്ഥകൾ അതിജീവിച്ചത് യൂദാസിനെ വെച്ചുകൊണ്ടാണ്. കാരണം യൂദാസ് ഓരോ പ്രശ്നവും, അപ്പോസ്തലന്മാർ ഇത് കയ്യിൽ മെനകേടാകണ വിഷയമായത് കാരണം ഇവൻ പറഞ്ഞിരിക്കുന്ന പലചക്കാത്ത വർത്തമാനമൊന്നും സുവിശേഷം എഴുതാഞ്ഞിട്ടാണ്. ഇവൻ കുറേ വർത്തമാനമൊക്കെ പറഞ്ഞിട്ടുണ്ട്, കുറേ ഡയലോഗ് കാച്ചിട്ടുള്ള പാർട്ടിയാണ്. നമുക്ക് ഒരെണ്ണം കിട്ടിയിട്ടുണ്ട് അല്ലേ. കർത്താവ് ലാസൻ്റെ വീട്ടിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ലാസൻ്റെ പെങ്ങൾ കർത്താവിൻ്റെ തലയുടെ നന്ദി, ലാസനെ ഉയർപ്പിച്ചതിലുള്ള നന്ദി പറയാൻ വേണ്ടി അവൾക്ക് വാക്കില്ലാഞ്ഞപ്പോഴാണ് അവൾ സുഗന്ധ തൈലം കൊണ്ട് കർത്താവിൻ്റെ പാദം പൂശിയത്. അത് കണ്ട് അവന് കമൻ്റ് അടിച്ചു, കണ്ടില്ലേ അവ. അപ്പോഴ് കർത്താവിനെ കൊച്ചാക്കാൻ നോക്കി. കൂടെ ഉള്ളവൻ്റെ തന്നെ അവസ്ഥ ഇതാണ്. അപ്പോൾ അതിന് പുറത്തുള്ളവൻ്റെ അവസ്ഥ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അപ്പോൾ ഇതിങ്ങനെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ ലോകത്ത് ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ നമ്മളെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടേ ഇരിക്കും.
ഈ ഡിസ്റ്റർബ് ചെയ്യുന്ന അവസ്ഥകൾ ഉണ്ടാക്കിയിരിക്കുന്നത് ആരാണ്? ദൈവം അറിയാതെ എപ്പോഴും എൻ്റെ മക്കൾ വിചാരിക്കണം എന്നാ ഡിസ്റ്റർബൻസ്, മറ്റുള്ള അസൂയയാകാം, പകയാകാം, കുടുംബത്തിലുള്ള കുത്തിത്തിരിപ്പാകാം, തൊടുത്തിൽക്കുത്താകാം, എന്നാ പരിപാടി. നമ്മൾ വിശ്വസിച്ച ആളായിരിക്കും ചിലപ്പോൾ നമ്മുടെ കാഴ്ചവട്ടിൽ മണ്ണ് മന്തി എടുത്തിട്ട് നമ്മളൊക്കെ മരത്തി അടിക്കാൻ നോക്കണത്. ഇതൊക്കെ ജീവിതത്തിൽ ലോകത്തിലുള്ളതാണ്. ഇതെല്ലാം നമ്മൾ ഡിസ്ചാർജ് ചെയ്യിക്കും. പക്ഷേ ഈശോ എന്നാ പറയണത്? അതെല്ലാം ചാർജ് ചെയ്യാനുള്ള അവസ്ഥയാക്കി മാറ്റണം. അതെല്ലാം ചാർജ് ചെയ്യാനുള്ള അവസ്ഥയാക്കി മാറ്റണം. ഒന്ന് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഹല്ലേലൂയ. ധ്യാനം കേട്ടോണ്ടിരിക്കുന്ന മക്കളൊക്കെ അനുഭവിക്കുന്ന ഓരോ പ്രയാസങ്ങളില്ലേ, അവരുടെ കുടുംബത്തിലും ജീവിതത്തിലും, അവിടെയൊക്കെ അവർക്ക് അങ്ങേപ്പോലെ പ്രാർത്ഥിച്ച് ദൈവനാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ദൈവ തിരുമനസ്സ് നിറവേറ്റിക്കൊണ്ട് അങ്ങനെ നാമത്തെ മഹത്വപ്പെടുത്താനുള്ള ആശ്വാസമായ കൃപയാൽ നിറക്കണമേ. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ, ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അതായത് ഈശോ ഇങ്ങനെ ഓരോരോ അത് അന്നു വേണ്ട ആഹാരം പോലെ അതാ ദിവസങ്ങളുണ്ടാകുന്ന ക്ലേശങ്ങൾ ഒക്കെ ഉണ്ടാകുമ്പോൾ അതിനെയൊക്കെ ഈശോ പിതാവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അതിനെ റിക്കവർ ചെയ്ത് ഈശോ എംപവേർഡാകും. അതിനെ അതിജീവിച്ചുകൊണ്ട് ഈശോ ശക്തി ധരിക്കും. അങ്ങനെ എല്ലാ ദിവസവും ഈശോ ഫ്രഷായിട്ട് കാണപ്പെടുകയും ചെയ്യും. അപ്പോൾ അപ്പോസ്തലന്മാർക്ക് കൊതിയായി. സർവത്ര പ്രസംഗങ്ങളുണ്ടല്ലോ കർത്താവിൻ്റെ ജീവിതത്തിൽ. പല ആൾക്കാരുണ്ടാക്കുന്ന സ്പോൺസേഡ് പ്രോഗ്രാംസ് ഒത്തിരി ഉണ്ടല്ലോ. എന്നിട്ട് ഈശോ എങ്ങനെ വളരെ ലൈവായിട്ടും സന്തോഷത്തോടെ ഇരിക്കണേ. അപ്പോൾ അവർ തമ്മിൽ സംസാരിച്ച് ഈ പ്രാർത്ഥനയാണെന്ന് തോന്നണമെന്നൊക്കെ പറയും, അങ്ങോട്ടും ഇങ്ങോട്ടും പറയും. അപ്പോൾ പത്രോസ് ആണ് ധൈര്യമുള്ള ആൾ. പത്രോസ് പറഞ്ഞു, ഈശോ ഇവരൊക്കെ സോ ഫ്രഷ് സ്പാട്ട്, നീ വളരെ നന്നായിട്ട് എപ്പോഴും കാണപ്പെടുന്ന എന്നാൽ ഇഷ്യൂസ് നമുക്ക് ആവശ്യത്തിലുണ്ട്. ഇത് നീ അതിജീവിക്കണ പ്രാർത്ഥനയിലാണെന്ന് ഞങ്ങൾക്ക് തോന്നിയത്. ഞങ്ങൾക്കും ഈ പ്രാർത്ഥന പറഞ്ഞു തരുമോ എന്ന് ചോദിക്കും. അപ്പോഴേ ഈശോ പറഞ്ഞുതരാം. ഈശോ പറഞ്ഞ പ്രാർത്ഥന നിങ്ങൾ ശ്രദ്ധിച്ചേ. ആ അനുഭവിച്ച പ്രാർത്ഥനയാണ് പറഞ്ഞു കൊടുക്കുന്നത്. എന്താ പറയണത്? നമ്മൾ മത്തായി ശ്ലീഹയുടെ സുവിശേഷം 6:10, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അതാണ് സാധനം, അങ്ങയുടെ നാമം മഹത്വപ്പെടണമേ. അതാണ് സംഭവം. അതാണ് ഈ 12 നമ്മൾ 27-ലും 28-ലും വായിച്ചത്. ഇപ്പം മത്തായി 6:10 യോഹന്നാൻ 12:27-28 നമ്മൾ കണ്ടിട്ടാണ് ശരിക്കും. എന്താണ്? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, പിന്നെ എന്താണ്? അങ്ങയുടെ നാമം പൂജിതമാകണമേ. എങ്ങനെയാണ് ദൈവത്തിൻ്റെ നാമത്തെ പൂജിതമാക്കണത്? അതാണ് വിഷയം. അത് നമ്മൾ നേരത്തെ കണ്ട മത്തായി ശ്ലീഹയുടെ സുവിശേഷമാണ്. എന്താണ്? 26:39. അത് നമ്മൾ നേരത്തെ കണ്ട ലൂക്കാസ് സുവിശേഷമാണ്. എന്താണ്? 22:43. അതെന്താണ്? അങ്ങയുടെ നാമത്തെ എങ്ങനെയാണ് പൂജിതമാക്കണത്? അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. നമുക്കറിയാമല്ലോ, ഭൂമി എന്ന് പറഞ്ഞാൽ എന്താ? മനുഷ്യൻ്റെ ഹൃദയം. മനുഷ്യൻ്റെ ഹൃദയത്തിലെ ദൈവത്തിൻ്റെ നാമം നടപ്പിൽ വരണം. ദൈവത്തിൻ്റെ ആഗ്രഹം നടപ്പിൽ വരണം. ഓരോ വിഷയങ്ങൾക്കും ഒരു ദൈവാഗ്രഹം ഉണ്ടാകും, ഒരു ലോകാഗ്രഹം ഉണ്ടാകും. പിടിയോ? ഓരോ വിഷയങ്ങൾക്കും ഒരു ദൈവ ആഗ്രഹം ഉണ്ടാകും, ഒരു ലോകാഗ്രഹവും ഉണ്ടാകും. ദാറ്റ് മീൻസ് ഒരു ദൈവരാജ്യവും ഉണ്ടാകും, ഒരു ലോകരാജ്യവും ഉണ്ടാകും. ഇതിൽ ദൈവത്തിൻ്റെ മക്കളെ അതിൻ്റെ ദൈവരാജ്യം തിരഞ്ഞെടുക്കും. എന്താണ്? ദൈവത്തിരുമനസ്സ്. അങ്ങനെയാണ് ശക്തി. ഇപ്പം നമ്മൾ അവനെ ശക്തിപ്പെടുത്താൻ ലുക്ക 22:43 അവനെ ശക്തിപ്പെടുത്താൻ ദൈവദൂതൻ ഇറങ്ങി വന്നെന്ന് പറഞ്ഞില്ലേ? എങ്ങനെയാണ് ശക്തിപ്പെടുത്താൻ ഇറങ്ങിയത്? എപ്പോഴാണ് ഇറങ്ങിയത്? അപ്പാ, എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറണമേ എന്ന് പറഞ്ഞ് ഈശോ സ്വർഗസ്ഥനായ പിതാവിൻ്റെ പ്രാർത്ഥന ചൊല്ലിയപ്പോഴാണ്. ഈശോ ചൊല്ലി ശക്തി പ്രാപിച്ച പ്രാർത്ഥനയാണ് നമുക്ക് ചൊല്ലി ശക്തി പ്രാപിക്കാനും ജീവിക്കാനും തന്നിരിക്കണത്.
നമ്മളീ സ്വർഗസ്ഥനായ പിതാവ് പൂച്ച കുരിച്ചു കിടക്കണ പോലെ കണാക്കുണാക്കെ പറഞ്ഞ് കുളമാക്കണതാണ്. പക്ഷേ അത് അറിഞ്ഞ് അതിൻ്റെ ആത്മാവിൻ്റെ മർമ്മം തൊട്ടാണ് പ്രാർത്ഥിക്കണമെങ്കിൽ നമുക്ക് അപ്പം ശക്തി ലഭിക്കും. കാര്യം ശക്തി ലഭിക്കാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയാണത്. സ്വർഗസ്ഥനായ പിതാവ് ഒന്ന് പ്രാർത്ഥിച്ചേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. ആത്മാർത്ഥമായിട്ട് ചങ്കെ കൊണ്ട് പ്രാർത്ഥിക്കുക. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങേ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ എന്റെ ജീവിതത്തിലും നിറവേറണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദൈവവേദനെ കർത്താവിന് മുമ്പ് നിൽക്കുമ്പോൾ സന്തോഷിച്ച് നിൽക്കണം. ശരിക്കും എന്തൊരു ഭാഗ്യമാണ് അല്ലേ ഈ കാലത്തുകളെ. ഇത്രയും പള്ളികളെല്ലാം അടച്ചു അല്ലേ. നമുക്ക് കുർബാന കൂടാൻ പോലും പറ്റാത്ത അവസ്ഥ വരുമ്പോഴും നിൻ്റെ വീട്ടിൽ നിൻ്റെ പോക്കറ്റിലേക്ക് കർത്താവ് വരികയാണ് അല്ലേ. നീ എന്ത് ധന്യയാണ്, നമ്മളെന്ത് ദൈവത്തിൻ്റെ അനുഗ്രഹമുള്ളവരാത്ത അല്ല. ദൈവവേദന നിനക്കിപ്പോൾ ഇത് കൂടാൻ പറ്റണില്ലേ, അതുതന്നെ എന്തൊരു അനുഗ്രഹമാണ്. അതെന്തൊരു അനുഗ്രഹമാണ് ദൈവം തന്നിരിക്കണത്. ഇങ്ങനെ വചനങ്ങളുടെ എല്ലാ ഉള്ളറകളിലൂടെ ദൈവത്തിൻ്റെ മനസ്സ് വെളിപ്പെട്ട് വരുമ്പോൾ നമ്മളത് അനുവർത്തിച്ച് വരുമ്പോൾ ദൈവനാമം മഹത്വപ്പെടും. ദൈവനാമം മഹത്വപ്പെടുമ്പോഴാണ് ശക്തി അലോട്ട് ചെയ്യുന്നത്. എപ്പോഴും നമ്മൾ ഓർത്തേക്കണം, ശക്തി ഇറങ്ങിയവനെ എപ്പോഴാണ് ദൈവനാമം മഹത്വപ്പെടുമ്പോഴാണ്. ശക്തി വരിക മാത്രമല്ലേ, വേറൊരു സംഭവം നടക്കുന്നുണ്ട് അവിടെ. നമുക്ക് ദൈവത്തിൻ്റെ ശക്തി വന്നാൽ പിന്നെ അവിടെ വേറെ ഒരു കക്ഷിക്ക് ഇരിക്കാൻ പറ്റാണ്ട് വരും. പറഞ്ഞ മനസ്സിലായില്ലേ. നമ്മുടെ ഉള്ളിലേക്ക് ദൈവത്തിൻ്റെ ശക്തി വന്നാൽ പിന്നെ അവിടെ വാസമുറപ്പിക്കാൻ തക്കം നോക്കി നിൽക്കേണ്ട കക്ഷിയില്ലേ, അവർ കാലുമടക്കി പാഴ്സടി പിടിക്കും. കർത്താവ് പറയുന്നുണ്ട്, ഇപ്പോഴാണ് ലോകത്തിൻ്റെ ശിക്ഷാവിധി, ഇപ്പോൾ ലോകത്തിൻ്റെ അധികാരി പുറന്തള്ളപ്പെടും. ദൈവനാമം മഹത്വപ്പെട്ട് കഴിഞ്ഞാൽ, ദൈവത്തിന് നാം പൂജിതമായി കഴിഞ്ഞാൽ, ദൈവഹിതം നമ്മൾ നിറവേറ്റിക്കഴിഞ്ഞാൽ വാട്ട് വിൽ ബി ഹാപ്പൻ? അതായത് ലോകത്തിൻ്റെ അധികാരി ഇപ്പോൾ 12:31 കാണുന്നില്ലേ, ഇപ്പോഴാണ് ശിക്ഷാവിധി. എന്ത് ശിക്ഷാവിധിയാണ്? ലോകത്തിൻ്റെ അധികാരി പുറന്തള്ളപ്പെടും. അപ്പം ദൈവത്തിൻ്റെ നാമമേ ഒരു വിഷയത്തെ പൂജിതമായാൽ, മഹത്വപ്പെടുത്തിയാൽ അപ്പോഴും നടക്കണ ഏറ്റവും വലിയ വിഷയം എന്താണ്? തിന്മയുടെ ശക്തി നമ്മളെ വിട്ടുപോകും. അതുകൊണ്ട് കർത്താവ് ആ സ്വർഗസ്ഥനായ പിതാവിൽ ഈശോ അത് പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. എന്താണെന്നറിയാമോ? അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിച്ചിട്ട്, ഞങ്ങളുടെ കടക്കാർ ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ കടകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയിൽ നിന്ന് രക്ഷിക്കണമേ. അത് ലോകത്തിൻ്റെ അധികാരിയുടെ പരിപാടിയാണ്. പ്രലോഭനങ്ങൾ ഉൾപ്പെടുത്തണതും തിന്മയിൽ നിന്ന് രക്ഷിക്കണം. അവനുണ്ടാക്കുന്ന തിന്മ, അവൻ പ്രലോഭനം ഉണ്ടാക്കും, തിന്മയും ഉണ്ടാക്കും. ഇതാ ലോകത്തിൻ്റെ അധികാരിയുടെ പരിപാടി. ഈ പ്രലോഭനം ഉണ്ടാക്കും, തിന്മയും ഉണ്ടാക്കുന്ന അധികാരികൾ കർത്താവിനെ നമുക്കറിയാമല്ലോ. 4:10 വായിക്കണില്ലേ അല്ലേ? 4:8 ലുക്കാൻ്റെ സുവിശേഷം, വിശുദ്ധ ലുക്കായുടെ സുവിശേഷത്തിൽ അവൻ പറയുന്നുണ്ടല്ലോ കർത്താവിൻ്റെയൊക്കെ, ഇത് അധികാരം എൻ്റെതാണ്, ഇതെല്ലാം ഈ കാണുന്നതെല്ലാം എൻ്റെതാണ്. മലമുകളിൽ നിർത്തിയിട്ട് പറയണില്ലേ, ഈ കാണുന്നതെല്ലാം എൻ്റെതാണ്, അത് എനിക്കിഷ്ടമുള്ളവർക്ക് കൊടുക്കും, നീ എന്നെ ആരാധിച്ചാൽ ഞാൻ നിനക്ക് തരുമെന്ന്. അപ്പോൾ ലോകത്തിൻ്റെ അധികാരിയെ ആരാധിക്കാൻ എപ്പോഴും ലോകത്തിൻ്റെ അധികാരി നമ്മളോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കും. ലോകത്തിൻ്റെ ഭ്രമിപ്പിക്കുന്ന എല്ലാ വിഷയങ്ങളും അതിനെ ആരാധിക്കാൻ നമ്മോട് ആവശ്യപ്പെട്ടുകൊണ്ട്, അതിനെ അംഗീകരിക്കാൻ നമ്മളോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കും. ഈ ജഡത്തിനെ സുഖിപ്പിക്കുന്ന എല്ലാ വിഷയങ്ങളും അതിനെ അംഗീകരിക്കാൻ ആരംഭിച്ചുകൊണ്ടിരിക്കും. അതാണ് സംഭവം. അതുകൊണ്ടാണ് തിന്മ പെരുകണതിൻ്റെ കാരണം അതാണ്. ഇപ്പം നിലവിലുള്ള ജീവിത പങ്കാളിയെ കൊന്നതിന് ശേഷം വേറൊരാളെ സ്വീകരിക്കാൻ വേണ്ടി ആഗ്രഹിക്കുമ്പോൾ എന്താ സംഭവിക്കണത്? ഈ ലോകത്തിൻ്റെ ആഗ്രഹങ്ങളെ നമ്മൾ പ്രലോഭിപ്പിച്ചുകൊണ്ട് തിന്മ ചെയ്യാൻ നമ്മളെ ആഗ്രഹിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഇതാണ് ലോകത്തിൻ്റെ അധികാരി. ഈ സംഭവം പുറന്തള്ളപ്പെടേണ്ടതാണ്. മനസ്സിലായില്ലേ? ഇപ്പം നമ്മൾ 12:31 എന്താ യോഹന്നാൻ്റെ സുവിശേഷം?
അതായത് ഇപ്പോഴാണ് ലോകത്തിൻ്റെ ശിക്ഷാവിധി, ഇപ്പോൾ ലോകത്തിൻ്റെ അധികാരി പുറന്തള്ളപ്പെടും. അപ്പോഴേ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പുറന്തള്ളപ്പെടേണ്ടതാണ് ആരാണ്? തിന്മയുടെ ശക്തികൾ. പക്ഷേ എപ്പോഴാണ് പുറന്തള്ളേണ്ടത്? നമുക്ക് പിടിച്ച് തള്ളാൻ പറ്റുമോ? അങ്ങനെയാണ് ദൈവം പിടിച്ചു പിടിച്ചോണ്ട് പോകുക. ഇതൊന്നും നടക്കത്തില്ല. എന്താ ചെയ്യേണ്ടത്? ദൈവനാമത്തെ മര്യാദയ്ക്ക് മഹത്വപ്പെടുത്താൻ പഠിക്കണം. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, എൻ്റെ ജീവിതത്തിലെ ജീവിത അവസ്ഥകളിലെ ദൈവത്തിന്റെ മനസ്സിനെ അനിപേക്ഷണീയമായ തീരുമാനമെടുത്തുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി അധികാരിയെ പുറന്തള്ളുവാൻ ശക്തീകരിക്കണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മളൊരു വിഷയത്തിലെ ദൈവ തിരുമനസ് നിറവേറ്റാൻ വേണ്ടി ചിലപ്പോൾ ശാരീരികമായ നഷ്ടം വരും, ചിലപ്പോൾ സാമ്പത്തിക നഷ്ടം വരും. ദൈവ തിരുമനസ് കൈനനയാതെ നിറവേറ്റാമെന്ന് ആരും വിചാരിക്കണ്ട. അത് ശരിക്കും നമ്മൾ വില കൊടുക്കേണ്ട വിഷയമാണ്. നിത്യമഹത്വമാണ് അതിൻ്റെ സമ്മാനം. കർത്താവിന് പോലും ക്രൂശിക്കപ്പെടാതെ പീഡാനുഭവിക്കാതെ നമുക്ക് മഹത്വം തരാൻ കഴിഞ്ഞില്ല, ഇല്ലേ? അതിനുവേണ്ടി ഈശോ വില കൊടുത്തു. അതുകൊണ്ട് പൗലോസ് പറയണത് നമ്മൾ വിലക്ക് വാങ്ങപ്പെട്ടവരാണെന്ന്. ഈശോ ഇത്രയും ആരാധിക്കപ്പെടാൻ കാര്യം എന്താ? അവൻ്റെ രക്തം കൊടുത്ത് നമ്മൾ വിലക്ക് വാങ്ങിയത് കൊണ്ടാണ്. അവൻ ദൈവപിതാവിൻ്റെ തിരുമനസ്സ് നിറവേറ്റുന്നതിന് വേണ്ടി പാപത്തിനെതിരെയുള്ള പോരാട്ടം രക്തച്ചൊരിച്ചിൽ വരെ ആയിട്ടില്ലെന്ന് പൗലോസ് പറയുന്നുണ്ടെങ്കിലും കർത്താവിന് ആ പോരാട്ടം രക്തച്ചൊരിച്ചിൽ വരെ ആകി. നമ്മുടെ നിലനിൽപ്പ് മഹത്വവും നിത്യമഹത്വവും അവൻ രക്തത്തിന്റെ വിലയാണ്. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ആരാധന അഭിഷേകത്തോടെ കൂടുമ്പോഴേ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ ശങ്കിൽ പ്രാർത്ഥിക്കണം, കർത്താവേ നിന്നോടുള്ള സ്നേഹത്താൽ എന്നെ നിറക്കണമേ എന്ന്. സുവിശേഷം വായിക്കുമ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ വിശുദ്ധീകരിക്കപ്പെടുന്നതെന്നറിയാവോ? കർത്താവിന് പിതാവിനുള്ള സ്നേഹത്തെക്കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ ആ സ്നേഹത്താലാണ് വിശുദ്ധീകരിക്കപ്പെടുന്നത്. ഇപ്പം നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം 15:3 പിതാപ്പാ അങ്ങയുടെ നാമത്തെ വിശുദ്ധീകരിക്കണമേ, അങ്ങയുടെ വചനത്താൽ വിശുദ്ധീകരിക്കണമേ എന്നൊക്കെ ഈശോ പ്രാർത്ഥിക്കണം. എന്താ ശരിക്കും പറഞ്ഞാൽ അത് പ്രാർത്ഥിക്കണ മുഴുവനും നമ്മൾ വിശുദ്ധീകരിക്കപ്പെടുന്നത് ഈ സ്നേഹം, ഈശോൻ്റെ സ്നേഹം, പിതാവിനോട് സ്നേഹം വായിച്ച് മനസ്സിലാക്കി വിശ്വാസം കൂടുമ്പോഴാണ് നമ്മൾ വിശുദ്ധീകരിക്കപ്പെടുന്ന ഒരു മാർഗം. അത് ഇങ്ങനെ പറയാൻ കാരണം എന്നറിയാമോ? അതായത് നമ്മൾ ഇപ്പോൾ തന്നെ ഈശോ ഇപ്പോൾ കുരിശ് ഉയർന്ന് നമുക്ക് കണ്ടില്ലേ? കുരിശ് ഉയരുമ്പോൾ നമുക്ക് എന്താ മനസ്സിലാവണത്? ദൈവം ആരാണെന്ന് മനസ്സിലായി പോവും. ദൈവത്തിൻ്റെ സ്നേഹം എന്താണെന്ന് നമ്മൾ മനസ്സിലാകും. ആരിലൂടെ മനസ്സിലാകും? യേശുവിലൂടെ. യേശു ഏറ്റെടുത്ത കുരിശിലൂടെ, കുരിശിൻ്റെ പരമലക്ഷ്യങ്ങളിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം മനുഷ്യരാശി തിരിച്ചറിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ദ പവർ ഓഫ് ദി ഡാർക്ക്നെസ് വിൽ ബി ഡിസ്ട്രോൺഡ്. എന്താണ് നമ്മളെ പാഷൻ ഓഫ് ക്രൈസ്റ്റിൻ്റെ ഒരു സീനുണ്ടേ. കർത്താവ് മരിക്കണ സമയത്ത് പിശാച് അലറി നിലവിളിക്കണത്. കർത്താവ് മരിക്കണ സമയത്ത് കാര്യം അവൻ്റെ ഒരു പരിപാടിയും നടന്നില്ല. ഹി വാസ് ഫ്ലാറ്റ്ലി അബാൻഡൻഡ്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ദൈവമേ എന്തുകൊണ്ട് എന്നെ ഉപേക്ഷിച്ചെന്ന് കർത്താവ് ചോദിക്കുമ്പോഴും നമ്മൾ കാണുന്നത് ഉപേക്ഷിക്കപ്പെട്ട വേറൊരാളെയാണ്. ആരാണ്? ലോകത്തിൻ്റെ അധികാരിയെ പുറന്തള്ളിയിട്ട് അവൻ കന്നേക്കാളെ കൂട്ടി കണ്ണാക്കിട്ട് നിലവിളിക്കണത്. അത് ഫാഷൻ ഓഫ് ക്രൈസ്റ്റിലാണ് അതിമനോഹരമായിട്ട് കാണിക്കണത്. വേദനിച്ച് അതായത് ദൈവത്തിൻ്റെ സ്നേഹം യേശുവിലൂടെ മനുഷ്യരാശി മനസ്സിലാക്കി കഴിയുമ്പോൾ നമ്മൾ യോഹന്നാൻ 12:31 എഴുതിയിരിക്കുന്ന പോലെ തന്നെ
ആരാണ്? ലോകത്തിൻ്റെ അധികാരി പിന്തള്ളപ്പെടും, പുറന്തള്ളപ്പെടും. എപ്പോഴും ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പക്ഷം നമ്മൾ ചേരുമ്പോൾ തിന്മയുടെ ശക്തി പിന്തള്ളപ്പെടും. അങ്ങനെയാണ് നമ്മൾ വിശുദ്ധീകരിക്കപ്പെടുന്നത്. ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പക്ഷം നമ്മൾ കണ്ട് നമ്മൾ ചേർന്ന് കഴിയുമ്പോൾ, നമ്മുടെ ജീവിതത്തെ അനുവർത്തിച്ച് കഴിയുമ്പോൾ നമ്മൾ തിന്മയുടെ ശക്തിയെ പിന്തള്ളുകയാണ് ചെയ്യണത്. അങ്ങനെയാണ് യേശുവിനെ നമ്മൾ സ്വീകരിക്കുന്നത്. പ്രാർത്ഥിക്കുക, കർത്താവേ, 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 അങ്ങയുടെ സ്നേഹം, അങ്ങയുടെ സ്നേഹം, പിതാവിൻ്റെ സ്നേഹം, പിതാവിന്റെ സ്നേഹം അങ്ങയിലൂടെ തിരിച്ചറിയുമ്പോൾ, അങ്ങയിലൂടെ അത് തിരിച്ചറിയുമ്പോൾ, കുരിശിലൂടെ അത് കുരിശിലൂടെ ഞങ്ങൾ കാണുമ്പോൾ ഞങ്ങള് ദൈവസ്നേഹത്തില് ആകൃഷ്ടരായിക്കൊണ്ട് തിന്മയുടെ ശക്തിയെ ഉപേക്ഷിക്കുന്നത് പോലെ അതുവഴി ഞങ്ങൾക്ക് വിശുദ്ധീകരണവും സംഭവിക്കുന്നത് പോലെ ആവശ്യമായ വിശ്വാസത്താൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സ്നേഹം നമ്മൾ തിരിച്ചറിഞ്ഞത് കുരിശിലൂടെയാണ്. ശരിക്കും അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, ഞാൻ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുമ്പോൾ 12:32 യോഹന്നാൻ്റെ സുവിശേഷം, ഞാൻ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുമ്പോൾ എല്ലാ മനുഷ്യരെയും എന്നിലേക്ക് ആകർഷിക്കുമെന്ന്. അത് ഗ്രീക്കുകാർ വന്നു പോയില്ലേ, അപ്പോഴാണ് പരമപിതാവ് ആത്മാഭിഷേകത്തോടെ ഈ കാഴ്ചയെല്ലാം കാണിച്ചു കൊടുത്തത്. മകനെ, ഈ ഗ്രീക്കുകാരെ ഞാൻ നിനക്ക് ഏൽപ്പിച്ചു തരും. നീ കുരിശിൽ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുമ്പോൾ, കുരിശാണ് സത്യമെന്ന് നീ മനസ്സിലാക്കുമ്പോൾ, എൻ്റെ സ്നേഹത്തെ ലോകം നിന്നോട് തിരിച്ചറിയുമ്പോൾ, എല്ലാ അന്ധവിശ്വാസങ്ങളും പമ്പ് കടന്നുകൊണ്ട് നിന്നെ, ദൈവത്തെ ലോകം തിരിച്ചറിയാം. ഞാൻ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുമ്പോൾ എല്ലാ മനുഷ്യരെയും, ഗ്രീക്കുകാരെയും പാർത്യക്കാരെയും ഇദുമ്യക്കാരെയും എല്ലാവരെയും, ദൈവത്തെ വിശ്വസിക്കാത്തവരെ പോലും ദൈവ പൈതലെ നിന്നിലേക്ക് ആകർഷിക്കും. അപ്പം ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരം തന്നെയാണെന്ന് പറയുമ്പോൾ, ആ ശരീരമാണ് ഇപ്പോൾ കുറിച്ച് ഉയർത്തപ്പെടുമ്പോൾ, ഞാൻ അച്ഛൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞില്ലേ, എല്ലാ വിഷയങ്ങൾക്കും ഒരു ദൈവരാജ്യമുണ്ട്, ഒരു ലോകരാജ്യമുണ്ട്. എല്ലാ വിഷയങ്ങൾക്കും എന്ന് പറഞ്ഞത് എന്താണ്? എല്ലാ വിഷയങ്ങൾക്കും നഷ്ടപ്പെടലിൻ്റെ ഒരു വശമുണ്ട്, എല്ലാ വിഷയങ്ങൾക്കും അപമാനത്തിൻ്റെ ഒരു വശമുണ്ട്, എല്ലാ വിഷയങ്ങൾക്കും രോഗത്തിൻ്റെ വേദനയുടെ ഒരു വശമുണ്ട്. എന്നിട്ട് ഏത് വശം ഞാനോ നീയോ തിരഞ്ഞെടുക്കുന്നു? ഓൺ വാട്ട് ബേസിസ്? ലോകം അവഗണിച്ച് കളയുന്ന പല വിഷയങ്ങൾ, നമുക്കതുകൊണ്ട് പ്രയോജനമൊന്നും ഇല്ലല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ലോകം അവഗണിച്ച് കളയുന്ന പല വിഷയങ്ങൾ. ഇപ്പോൾ മഹാരാഷ്ട്രയിൽ നിന്ന് അവിടുത്തെ സർക്കാർ നമ്മുടെ സർക്കാരിനോട് ഡോക്ടേഴ്സിനെ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അതിദാരുണമായൊരവസ്ഥയിലേക്ക് നമ്മളെല്ലാവരും പോവുകയാണ്. അപ്പം ഞാൻ ചിന്തിക്കുകയായിരുന്നു, ദൈവമേ, ഏത് ഡോക്ടറായിരിക്കും പോണതെന്ന്. അതല്ലേ സംഭവം? ഏത് ഡോക്ടറായിരിക്കും പോണത് എന്ന് ഞാൻ എൻ്റെ മുറിയിരുന്ന് ചിന്തിച്ചു പോകും. പിണറായി വിജയൻ സാറിന് നല്ല ഡോക്ടർമാരെ കൊടുക്കണമേ, അങ്ങനെ പോകാൻ പറ്റുന്ന ആൾക്കാരെ. എന്നാൽ ഞാൻ ശരിക്കും മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചത് എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, അതിന് ത്യാഗം, അതിൻ്റെ ഒരു മോശം വശമാണ്. കാര്യം അവിടെ ചെന്നിട്ട് അവിടെ ഡോക്ടർമാർക്ക് ഇപ്പോൾ കൊറോണ ഉണ്ട്, നേഴ്സുമാർക്കുണ്ട്. ആ സ്ഥലത്തേക്ക് വീണ്ടും ഇവിടുന്ന് പോകാൻ ആരുണ്ട്? എന്തെങ്കിലും അതിൻ്റെ പേര് വരെ ശമ്പളം കൂടുതൽ കിട്ടുമോ? അങ്ങനെ വരുമ്പോൾ എന്തെങ്കിലും ത്യാഗം അനുഭവിക്കാൻ മനസ്സുകൊണ്ട് ഒരുക്കമുള്ളവർ മാത്രമേ പോകത്തുള്ളൂ. ഏത് ത്യാഗവും നിനക്ക് ഏത് സമയത്തും ഏറ്റെടുക്കാൻ വേണ്ടി മാത്രം യേശു ആകർഷണീയനാണ്. ഈ ലോകത്തുള്ള എല്ലാ സങ്കടത്തിൻ്റെ വശങ്ങൾ,
വേദനയുടെ വശങ്ങൾ നീ ഏറ്റെടുക്കേണ്ടതാണെന്ന് ഈ ലോകത്തോട് പറഞ്ഞത് യേശുക്രിസ്തുവാണ്. അവനത് കുരിശിൽ ഉയർന്നപ്പോഴാണ് എല്ലാ മനുഷ്യരും അവനിലേക്ക് ആകർഷിക്കപ്പെട്ടത്. ശ്രുതികട്ടെ ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം കർത്താവേ. അപ്പോൾ ഞാൻ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുമ്പോൾ എല്ലാ മനുഷ്യരെയും എന്നിലേക്ക് ആകർഷിക്കുമെന്ന് പറഞ്ഞില്ലേ? യേശുവിനുള്ള ആകർഷണം എന്താണ്? ഈ കുരിശാണ്. കാര്യം എന്താണ്? ഈ കുരിശിനെ മഹത്വമാക്കി മാറ്റാൻ അവൻ്റെ പിതാവിന് കഴിവുണ്ടെന്ന് അവൻ വിശ്വസിച്ചു. അങ്ങനെ അവൻ്റെ വിശ്വാസം ശക്തിപ്പെടുത്തി. അതല്ലേ അപ്പാ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തുമെന്ന് പറഞ്ഞപ്പോൾ ഇതാ ഞാൻ മഹത്വപ്പെടുത്തുന്നു, ഇനിയും മഹത്വപ്പെടുത്തും. ഈ കുരിശിനെ മഹത്വപ്പെടുത്താൻ യേശുക്രിസ്തു നാമത്തിൽ നീ ഒരു കുരിശെടുക്കുമ്പോൾ, ഒരു വേദന എടുക്കുമ്പോൾ, ഒരു അപമാനം എടുക്കുമ്പോൾ അതിനെ നാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് നിത്യതയോളം നിന്നെ ഉയർത്താൻ പിതാവായ ദൈവത്തെ കഴിവുള്ളത് കൊണ്ടാണ് കുരിശ് കാണിച്ചുകൊണ്ട് യേശുക്രിസ്തുവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നിന്നെയും എന്നെയും വിളിക്കണത്. ആ വിളി കേൾക്കാൻ സഹോദരങ്ങളെ ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് പിതാവിൻ്റെ സ്നേഹത്താൽ മനുഷ്യരാശിക്ക് വേണ്ടി കുരിശെടുത്തുകൊണ്ട് പിതാവായ ദൈവത്തിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തിയപ്പോഴാണ് പിതാവായ ദൈവം ഈശോയെ മഹത്വപ്പെടുത്തിയത്. അതുകൊണ്ടാണ് എപ്പോഴും പ്രാർത്ഥിക്കുക, അപ്പാ പിതാവെ ഭൂമി ഞാൻ അങ്ങയെ മഹത്വപ്പെടുത്തി. 17:4 എപ്പോഴും നമ്മൾ ധ്യാനിക്കുന്നതാണ് യോഹന്നാൻ്റെ സുവിശേഷം. അതിൽ അങ്ങേപ്പക്കലിനെ മഹത്വപ്പെടുത്തണമേ. ദൈവത്തെ ഈ ജീവിതത്തിൻ്റെ മോശം വശം, വരുമാനമില്ലാത്ത വശം, വേദന വരുമാനമാകുന്ന വശം, അപമാനം വരുമാനമാകുന്ന വശം, യേശുക്രിസ്തു നാമത്തിന് വേണ്ടി പിതാവായ ദൈവത്തിൻ്റെ പേരിൽ നമ്മൾ ഏറ്റെടുത്ത് കഴിയുമ്പോൾ നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. സ്വർഗ്ഗസ്ഥനായ പിതാവിൻ്റെ പ്രാർത്ഥന നമ്മൾ അങ്ങയുടെ നാമം പൂജിതമാകണമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മളെ ജീവിച്ച് സുവിശേഷം സാക്ഷിയായിക്കൊണ്ട് ദൈവനാമത്തെ മഹത്വപ്പെടുത്തുമ്പോഴാണ് ദൈവം നമ്മളെ മഹത്വപ്പെടുത്തുന്നത്. അതാണ് ഇതാ ഞാൻ മഹത്വപ്പെടുത്തുന്നു, ഇനിയും മഹത്വപ്പെടുത്തുമെന്ന് പറയണില്ലേ? അങ്ങനെ മഹത്വപ്പെടുത്തുന്ന വഴിയാണ് നമ്മൾ വിശ്വാസത്തെ പിന്നെയും വളരണത്. റോമാ 4:20 വചനമുണ്ട്, ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് വിശ്വാസത്തിൽ വളരുവിൻ. വിശ്വാസത്തിൽ വളരാനല്ല പറയണത്, വിശ്വാസത്തിൽ ശക്തിപ്പെടാൻ. ഗെത്സമനെ വെച്ച് കർത്താവിന് കിട്ടിയ ശക്തി ഏതാണ്? അവരെ ശക്തിപ്പെടുത്താൻ വേണ്ടി 22:43 ദൈവത്തിൽ ഇറങ്ങി വന്നത് എന്ത് ശക്തിയാണ് അവൻ ലഭിച്ചത്? വിശ്വാസത്തിൻ്റെ ശക്തി. വിശ്വാസത്തിൻ്റെ ശക്തി. അതാണ് റോമ പറയണത്, 4:20 പറയണത്, ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് വിശ്വാസത്തിൽ ശക്തി പ്രാപിക്കാൻ ദൈവവേദനയെ പ്രാർത്ഥിക്കുക. അച്ഛനോട് ചേർന്നുകൊണ്ട് കർത്താവായ ദൈവമേ, അസന്നിഗ്ധമായ ഘട്ടങ്ങളിലെ അങ്ങിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവനാമത്തെ മഹത്വപ്പെടുത്താനുള്ള തീരുമാനമെടുത്തുകൊണ്ട് ഞങ്ങളെ ശക്തി പ്രാപിക്കുമ്പോൾ റോമ 4:20 പ്രകാരം വിശ്വാസത്താൽ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 യേശുവേ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കുരിശ് എല്ലാ തലങ്ങളിലും ലോകസ്ഥാപനത്തിന് മുമ്പ് മനുഷ്യരുടെ നന്മയുടെ, അനുഗ്രഹത്തിൻ്റെ, കൃപയുടെ ദൈവികമായ രഹസ്യം ദൈവം ഒളിപ്പിച്ച് വെച്ചത് ആരും അന്വേഷിച്ചൊരിക്കലും ചെല്ലാത്തൊരു സ്ഥലത്താണ്. അത് കുരിശിലാണ്. ജീവിതത്തിൻ്റെ എല്ലാ കുരിശും. ഇപ്പം നിൻ്റെ സഹോദരനൊക്കെ ഇല്ലേ, നിൻ്റെ അപ്പൻ ഒരുമിച്ചവരെ ഭാഗമായി ഉടമ്പടി ചെയ്ത കാര്യമൊക്കെ ഞാൻ ഇടയ്ക്ക് പറയാറില്ലേ? ചിലപ്പോൾ കുടുംബത്തിലുള്ള ആൾക്കാരെല്ലാം പറഞ്ഞു വിടാനുള്ള ഉത്തരവാദിത്വം നിനക്കായിരിക്കും. കാരണം നിനക്കാനുള്ള കഴിവുള്ള സഹോദര സ്നേഹമുള്ളൂ. പക്ഷെ അതുകൊണ്ട് നിനക്ക് സാമ്പത്തിക നഷ്ടം വന്നിട്ടുണ്ടാവും. പക്ഷെ അതിൻ്റെ ആനുപാതികമായിട്ട് അപ്പൻ്റെ ഓഹരി കിട്ടിയിട്ടില്ല. നിനക്ക് കിട്ടിയത് കുരിശാണ്. ഈ ദൈവത്തിൻ്റെ മഹത്വം അടക്കം ചെയ്തിരിക്കുന്നതാണ് കുരിശ്. ലോകത്തിൻ്റെ മുഴുവൻ കൃപയും അടക്കം ചെയ്തിരിക്കുന്നത് ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ കുരിശിൻ്റെ ഉള്ളിലാണ്. കാര്യം ആരും അന്വേഷിച്ചില്ലാത്തതും ഇഷ്ടപ്പെടാത്തതും ആകർഷണമില്ലാത്തതുമായ സംഭവങ്ങൾ. അതാണ് യേശുവിലൂടെ നമുക്കെല്ലാവർക്കും വേണ്ടി എടുത്തത്. അപ്പോൾ യേശുവിനെ സ്വീകരിക്കുന്നവന് കുരിശിൻ്റെ മഹത്വവും ദൈവം കൊടുക്കും അവകാശമായിട്ട്. അതുകൊണ്ട് തന്നെ ഏറ്റവും ചൂഷണ സംബന്ധമായ ലോകത്ത്
ആരും ആരുടെയും ഭാരങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറല്ലാത്ത ലോകത്ത്, ഒന്നും നഷ്ടപ്പെടുന്ന ഒരു വിഷയത്തിന് വേണ്ടി മനുഷ്യൻ തലകിട്ട് കൊടുക്കാത്ത ഈ ലോകത്ത് അവൻ അവനവൻ്റെ കാര്യം നോക്കി ജീവിക്കുന്ന സ്വാർത്ഥമായ മാനുഷികത പോലും നഷ്ടപ്പെട്ട ലോകത്ത് ഇവിടെ മനുഷ്യത്വം ഉണ്ടാക്കിയെടുക്കുന്നതും മനുഷ്യത്വം ലോകത്തിന് വേണ്ടി, ലോക നിർമ്മിതിക്ക് വേണ്ടി സംലഭ്യമാക്കുന്ന രീതിയിൽ അതിനെ പുനഃക്രമീകരിച്ചുകൊണ്ട് ഭൂമിയുടെ മുഖം നവീകരിക്കുന്നത്. അതാണ് അങ്ങയുടെ അരൂപി അയക്കുക, ഭൂമുഖം നവീകരിക്കപ്പെടുന്ന സങ്കീർത്തനം 104:30 പറയണത് എന്താണ്? ഈ ക്രിസ്തുവിൻ്റെ അരൂപിയെയാണ് കുറിച്ചാണ് പറയണത്. ക്രിസ്തുവിൻ്റെ അരൂപി സ്വീകരിക്കുന്നവൻ കുരിശിനെ സന്തോഷത്തോടെ സ്വീകരിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കും. മറ്റുള്ളവർക്ക് അത് പോഷത്വമായി മാറും. വിജാതിർക്ക് പോഷത്വമാകും, ഗ്രീക്കുകാർക്ക് ഉതപ്പാകും. പക്ഷേ രക്ഷയിലൂടെ സഞ്ചരിക്കുന്നവർക്ക്, അതാണ് അതാണ് 1 കൊരിന്ത്യസ് 1:23, കുരിശ് വിജാതിർക്ക് പോഷത്വം. ആരാണ്? യേശുവിനെ അറിയാത്തവർക്ക് അത് പോഷത്വമാണ്. യഹൂദർക്ക് ഉതപ്പാണത്. പക്ഷെ ആർക്കാണ്? പക്ഷേ രക്ഷയിലൂടെ നയിക്കുന്നവർക്ക് കുരിശ് ദൈവത്തിൻ്റെ ശക്തിയാണ്. അത് 1 കൊരിന്ത്യസ് 1:18 എഴുതിയിട്ടുണ്ട്. കുരിശ് ദൈവത്തിൻ്റെ ശക്തിയാണെന്ന്. അപ്പോൾ ദൈവത്തിൻ്റെ ശക്തി എന്ന് പറയണത് കുരിശിലൂടെയാണ് വരണത്. ഞാനൊരു ദമ്പതികളോടൊക്കെ അതിൻ്റെ ദിവസങ്ങൾക്ക് പറഞ്ഞില്ലേ, ഞാൻ പറഞ്ഞ ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞിരിക്കും. അതായത് 1 കൊരിന്ത്യസ് 1:23 കൂടി നമുക്ക് ധ്യാനിക്കാം. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, 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 യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന, 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 ഈശോ ആരാധന, 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 ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ജീവിതത്തിൻ്റെ ഏതെങ്കിലും അവസ്ഥകളെ അതിൻ്റെ കുരിശിൻ്റെ ഭാഗം, ദൈവരാജ്യത്തിൻ്റെ ഭാഗം, ദൈവനാമത്തെ മഹത്വപ്പെടുത്തുന്ന ഭാഗം, അതിൻ്റെ നാമം പൂജിതമാക്കുന്ന ഭാഗം നീ തിരഞ്ഞെടുക്കുമ്പോൾ നീ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. അങ്ങനെ ഇരുട്ടാവുന്ന അവസ്ഥകളിലെ ലോകത്തെ നമ്മളെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ യേശു ലോകത്തിൻ്റെ പ്രകാശമായി മാറണത് ആ അർത്ഥത്തിലാണ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ആരാധന, 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 ശ്രുതികടേ, യേശുവേ ആരാധന, 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 ഹല്ലേലൂയ, യേശുവേ ആരാധന, 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 അതിമനോഹരമായി ഈശോ നമ്മോട് സംസാരിച്ചു. കർത്താവിൻ്റെ 10,000 നന്ദി. മക്കളെ, നമ്മളിപ്പോഴേ രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്.
ഇത്രയും നേരം നിന്നോട് സംസാരിച്ച കർത്താവ് നിന്നെ സ്പർശിച്ച് സുഖപ്പെടുത്തുന്ന സമയമാണ്. നമ്മൾ ആരാധനയുടെ സമയത്ത് കുറേ പ്രാവശ്യം എല്ലാ വിധത്തിലും രോഗികൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചിരുന്നു, ജീവിതാവസ്ഥകൾക്ക് വേണ്ടിയും. അത് കർത്താവ് ആ സമയത്ത് ഓർപ്പിച്ച് തന്നതാണ്. ഈ ധ്യാനം നീ വീണ്ടും യൂട്യൂബിൽ കേൾക്കണം, പ്രാർത്ഥനയോടെ കേൾക്കണം. എന്നിട്ട് നീ കർത്താവിനോട് പറഞ്ഞ, കർത്താവേ എനിക്ക് കുരിശിനോട് സ്നേഹം തോന്നാനുള്ള അഭിഷേകം വേണം. കുരിശിനോട് സ്നേഹം, കുരിശിൻ്റെ എല്ലാ ജീവിതത്തിൻ്റെ എല്ലാ വശങ്ങളിലും കുരിശിൻ്റെ വശം നീ ചേരുമ്പോൾ നീ കർത്താവിൻ്റെ വശമാണ് ചേരണത്. അത് ഓർത്ത് വേണം നീ കുരിശിനെ സ്നേഹിക്കാൻ. പലപ്പോഴും നമ്മൾ വളരെ വേണ്ടല്ലോ, ഞാൻ ചില സമയത്തൊക്കെ ഓർക്ക് ഇപ്പോൾ ഒരു വീട്ടിൽ ഉടുപ്പ് തയ്പ്പിച്ചുകൊണ്ട് വന്നു വിചാരിച്ചോ, അപ്പോൾ നമ്മളെക്കാൾ ഇത്തിരി മെച്ചമാക്കുള്ള നമുക്ക് തോന്നുന്ന ഉടുപ്പ് ചിലപ്പോൾ ബ്രദറിനായിരിക്കും കൊടുത്തിരിക്കുന്നത്. നമ്മളുടനെ കയറിക്കുകയും വഴക്കുണ്ടാക്കുകയൊക്കെ ചെയ്യും. കുരിശിൻ്റെ വശം നമ്മൾ ഉടുപ്പ് വലിച്ചെറിയും. വളരെ നിസ്സാരമായൊരു അനുഭവമാണിത്. ഇതുപോലെ തന്നെയാണ് ജീവിതത്തിൻ്റെ പല നല്ല ഭാഗങ്ങൾ നമ്മൾ എടുക്കാൻ, ലോകത്തിൻ്റെ നല്ല ഭാഗങ്ങൾ എടുക്കുകയും ചീത്ത ഭാഗങ്ങൾ വലിച്ചെറിയപ്പെടുകയും ചെയ്യുമ്പോൾ നമ്മൾ ക്രിസ്തുവിലെ കുരിശിനെയാണ് നമ്മൾ വലിച്ചെറിയണത്, മഹത്വത്തിൻ്റെ ഭാഗങ്ങളെ. അതാണ് എൻ്റെ രഹസ്യം എന്ന് പറയണത്. ഇങ്ങനെ തിന്മയെ വലിച്ചെറിയാൻ പറ്റുന്ന അടിസ്ഥാന പ്രവണതയോടുകൂടിയാണ് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. കൊണ്ടാണ് ദൈവരാജ്യം ബലവശമാകുന്നത്. ബലം പ്രയോഗിക്കുന്നവരെ തിന്മ അല്ലെങ്കിൽ ആകർഷകമല്ലാത്ത അവസ്ഥ, വിഷയം, ഘടകം എടുക്കാൻ വേണ്ടി നമുക്ക് ബലം പ്രയോഗിക്കേണ്ടി വരണത് ക്രിസ്തുവിനെ സ്വീകരിക്കാനുള്ള ബലമായിട്ട് ദൈവപൈതൽ തിരിച്ചറിയണം. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. 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 യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ. 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 മഹത്വം, മഹത്വം, മഹത്വം കർത്താവേ. ഹല്ലേലൂയ. രോഗം ഉള്ള സ്ഥലങ്ങളിലെല്ലാം ശരീരത്തിൽ കൈകൾ വെക്കുക വിശ്വാസത്തോടെ. ഈ ആരാധന മുഴുവൻ അഭിഷേകം മുറ്റി നിൽക്കുന്ന സമയമാണിത്. അതുകൊണ്ട് എൻ്റെ ദൈവത്തിലെ കർത്താവ് നിന്നെ ഈ നിമിഷം ഏറ്റെടുക്കും. നിൻ്റെ സൗഖ്യത്തിലൂടെ ദൈവനാമം മഹത്വപ്പെടണം. നെറ്റിക്ക് വേദനയുള്ളവരെ, നെഞ്ചിൽ വേദനയുള്ളവരെ, ഹൃദയത്തിന് അസുഖമുള്ളവരെ, കരളിന് അസുഖമുള്ളവരെ, കിഡ്നിക്ക് അസുഖമുള്ളവരെ, നടുവേദന ഉള്ളവരെ, പിരീഡ്സ് ക്ലിയർ അല്ലാത്ത കറക്റ്റല്ലാത്തവരെ, അണ്ടാഗമമില്ലാത്തവർ, മക്കളില്ലാത്തവരൊക്കെ അടിവയറ്റ് കൈവെക്കുക. സ്രാവരോഗങ്ങളുള്ളല്ലേ, പലർക്കും സ്രാവരോഗങ്ങൾ കൊണ്ട് ഉറങ്ങാൻ പോലും ചെവിയിൽ നിന്ന് പഴുപ്പ് വരുന്നവർ, തൊണ്ടയ്ക്ക് മുഴയുള്ളവർ, അസ്ഥിക്ക് ദ്രവിപ്പുള്ളവർ, കാലിന് നീരുള്ളവർ, വെരിക്കോസിൻ്റെ അസുഖമുള്ളവർ, വിസർപ്പത്തിൻ്റെ രോഗമുള്ളവർ, എൻ്റെ ദൈവവേദനെ നീ ഈ നിമിഷം, നിങ്ങൾക്കറിയാം യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ ആയിരക്കണക്കിന് മനുഷ്യരാണ് കർത്താവ് സുഖപ്പെടുത്തിയിരിക്കുന്നത്. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിൽ അമ്മ നിത്യമായി മാധ്യസ്ഥം നൽകുന്ന, അതിലൂടെ കർത്താവിൻ്റെ സൗഖ്യം നൽകുന്ന ആരാധനയാണിത്. നീ നിൻ്റെ കൈകളെ നിന്റെ വേദനയുള്ള ഇടങ്ങളിൽ വെച്ചുകൊണ്ട് കർത്താവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ച് സ്തുതിക്കട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ, രോഗാതിരും പറഞ്ഞ രോഗങ്ങളും പറയാത്ത രോഗങ്ങളും ഈശോ നിന്റെ വിശുദ്ധമായ വലതുകരത്താൽ സ്പർശിക്കണമേ. നിന്റെ വിശുദ്ധമായ വലതുകരത്താൽ സ്പർശിക്കണമേ. നിന്റെ വിശുദ്ധമായ വലതുകരത്താൽ സ്പർശിക്കണമേ. ഈശോ ആണിപ്പെടുന്ന അത്ഭുത കരത്താൽ നാമത്തില് മാരക രോഗങ്ങള്, തീരാവേദികള് യേശുവിന്റെ നാമത്തില് മാറിപ്പോകട്ടെ. രോഗമെല്ലാം മാറിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിടട്ടെ. രോഗമെല്ലാം മാറിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിടട്ടെ. തിരുമുറിവിനാൽ സുഖപ്പെടട്ടെ, തിരുമുറിവിനാൽ സുഖപ്പെടട്ടെ.
പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവെ, എൻ്റെ മക്കളെ കട കമ്പോളങ്ങൾ നടത്തുന്നവർ, കടയിൽ ചെലവില്ലാത്തവർ, സാമ്പത്തിക ബാധ്യതയുള്ളവർ, വീണ്ടും ചരക്കെടുത്ത് വെക്കാൻ പറ്റാതിരിക്കുന്നവർ, കട അടഞ്ഞു പോകാനുള്ള സാധ്യതയുള്ളവർ ഒക്കെ ഇപ്പോൾ ഓർത്ത് പ്രാർത്ഥിക്കുന്ന സമയമാണ്. ഭക്ഷണപദാർത്ഥങ്ങൾ ഉണ്ടാക്കി വിൽക്കുന്നവരെ, അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന വിഷയമൊക്കെ, വിവാഹം ഒത്തുവരാത്തവർ, മക്കളില്ലാത്തവർ, വീടില്ലാത്തവരെ അവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്ന സമയമാണ്. ജോലിക്ക് വേണ്ടി അന്യ നാടുകളിൽ പോയിരിക്കുന്നവരെ, ഈ നാടുകളിൽ ജോലി അന്വേഷിക്കുന്നവരെ, ഉള്ള ജോലി നഷ്ടപ്പെട്ടവർ, ഇനി കിട്ടുമോ ഇല്ലെന്ന് അറിയാൻ പാലാതെ മനസ്സ് തേങ്ങുന്നവർ, അവരൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസ മേഖലകളിലെ പരീക്ഷകൾ വരാൻ പോകുന്നു. 26, 28, 27 തീയതികളിലെല്ലാം പരീക്ഷകളുണ്ട്. ആ പരീക്ഷകളിൽ പങ്കെടുക്കുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കേണ്ട സമയമാണിത്. സ്തുതിക്കട്ടെ ഹല്ലേലൂയ. കർത്താവേ, കർത്താവേ, അങ്ങനെ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, അങ്ങനെ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഓരോ തരത്തിലുള്ള വ്യഥ അനുഭവിക്കുന്നവരെ 1 Corinthians 1:4 പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തു ഉന്നതമായ നാമത്തിൽ മാർഗമായ ജീവിത ദുരിതങ്ങൾ, തടസ്സങ്ങൾ, ജോലി, പലതരത്തിലുള്ള ജീവിത പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ, ഉടമ്പടി ചെയ്ത ചില വിഷയങ്ങൾക്ക് ഇപ്പോഴും സമാധാനം കിട്ടാതിരിക്കുന്നവരുണ്ടെങ്കിൽ പരിശുദ്ധമ്മേ ദേവമാതാവേ, ഇപ്പോഴേ ഉടമ്പടി വിഷയത്തിന്റെ മേലെ ദൈവത്തിന്റെ കരുണ ചൊരിയട്ടെ. യേശു നാമത്തിൽ ജീവിത ദുരിതങ്ങള്, തടസ്സങ്ങള് മാറിപ്പോട്ടെ. വിടുതലിൻ ആത്മാവേ എന്നിൽ നിറയണമേ, അഗ്നിതൻ അഭിഷേകമായി എന്നിൽ പടരണമേ. വിടുതലിൻ ആത്മാവേ എന്നിൽ നിറയണമേ, അഗ്നിതൻ അഭിഷേകമായി എന്നിൽ പടരണമേ. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, സമാപന ആശീർവാദം സ്വീകരിച്ച് അനുഗ്രഹിക്കപ്പെടുന്ന സമയമാണ്. കൈകൾ കൂപ്പി ശിരസ് നമിച്ച് ആശീർവാദവും അനുഗ്രഹവും ഈ നിമിഷം കർത്താവ് നിന്നെ സ്പർശിക്കുന്ന ഇടയമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ആശീർവാദം സ്വീകരിക്കുക. 2 കൈകളെ ഉയർത്തി സ്വതന്ത്രമായി സ്തുതിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ 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 മരിയ.